ആ ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ. അല്ല ഇവിടെ. ആ മിടുക്കി, വിപരീതപദം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ. ഓ എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തോ? എഴുന്നേറ്റ് അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊറിയുന്നല്ലത് മാഷേ. ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നോട് കൊല്ല്. പോണോ? എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. Happy birthday to you. Happy birthday ശുഭചേട്ടാ. Happy birthday. ഒരു പാവം തയ്യക്കാരനായി എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരെയും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇതെന്തുകൂടിയാണ് കൂമ്പോടി പോണ്ട. മദ്യപിക്കാൻ അറിയാവുന്നവൻ. താങ്ക് യു. ആരാ കിടന്ന് പെടക്കല്ലേ? ഷിബുട്ടാ, ഷിബുവേട്ടന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളോ അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടടാ, 2 എണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താണെന്നറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞ വേറെ ഡേറ്റ്, വൈറ്റാറ്റി പറഞ്ഞ വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഫിക്സ് ചെയ്താ. ഇതുപോലെ ഓസിന് കള്ളു പിടിക്കാറില്ല, അതുകൊണ്ടാ. കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല തിരുമ്മി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതിനെ കാശ് വേണ്ടേ? ദരിദ്രര്. ഒരുത്ത പെയിന്റ് പണിക്കാരൻ തച്ചെത്രയാ? 900, 1000. ഒരുത്തൻ പൊറോട്ട അടിക്കാരൻ തച്ച് 600, 700. ഒരുത്തൻ വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിനിവര് കാശ് പൂഴ്ത്തി വെക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ, അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോബൻ അംബാനി. ഇവൻ സിബി അംബാനി. അല്ല, ആരി അംബാനി. പൂഴ്ത്തിവെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ഷിബോട്ടാ. അതെ, കിട്ടുന്നതിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവ് കഴിഞ്ഞ് ഒന്ന് മാറ്റിവെക്കും. അതിൽ ഇവന്റെ എത്ര, ഇവന്റെ എത്ര, എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് ഷിബോട്ടാ. മാറ്റിവെക്കും. ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതന്നെ. ഒരു ഓട്ടോ മേടിക്കണം, അതും CC ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി. അതീ പിടിച്ചൊരു കയറ്റമുണ്ട്, റോക്കറ്റ് പോലെ. അതിനു വേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്ന് വന്നാ ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നേ. അയ്യോടാ. ഈ ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങളൊരു കാർ വാങ്ങും. കാർ ഓടി കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങളൊരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി എന്നൊരു വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി. അയ്യോ,
എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി കൊണ്ടല്ലേ ഉമ്മാരെല്ലാം രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസും ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. ആശാനെ എന്താ കരയുന്നേ? എടാ ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടാ. അയ്യോ ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശാൻ വെറുതെ വെള്ളം അടിച്ച് ഓവറായിട്ട് തോന്നുക. പിന്നെ ഞാൻ പേടിച്ചു പോയി. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത് സന്തോഷായിട്ടാ. ആരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു. പേടിന്റെ താക്കോൽ നിങ്ങൾ ബേജാറുണ്ടാ, താക്കോൽ വരും. ഈ ചെക്കനെന്ത് പറ്റി? വെറുതെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ്. ആമീന ഇവൻ ചായനാ വന്നത്. നീ ഒന്നും മുണ്ടാണ്ട് കുത്തിരിക്ക് വാസു. ഓൻ പാവാ. എന്നെ ഇരുത്താനല്ലേ പോയിതുക്ക? അത് നടക്കില്ല. എന്താടാ നോക്കി പേടിപ്പിക്കണേ? ചെന്ന് പറയടാ നിന്റെ മോരോട് ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂന്ന് 7 ദിവസം വല്ലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൊയ്തീനൊക്കെ മജീദൊക്കെ അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരും മജീദും മരണുണ്ടെന്ന്. കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് അവന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീഷേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുക മജീദേ, നീ അത് പോയിട്ട് ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ച ഊർമി. ഇതിനിപ്പോ മുട്ടത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഇരിക്കല്ലേ, ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തിയങ്ങോട്ട് ഇത് മജീദേ, മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അത്തീശ പിടിച്ചോ. എല്ലാത്തിനും തുറത്തും 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരുടെ ഫ്രീ ആയിട്ട് 10 പൈസ ആരും കൊണ്ടുപോകും. നമ്മുടെ രാജ്യമാണ്. ഇന്നെല്ലാരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണങ്ങൾക്ക് മഞ്ചേരി മജീദിന്റെ
വരുന്നുണ്ട്. മജീദെ കുടിക്കും ഇവൻ ശരിക്കും ഊരി വന്നാണ് കേട്ടോ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീട്ടിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുയർത്തി നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ട് നിന്നോ. നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ച് പിടിച്ചോനായിരിക്കും. നീ ഉറിഞ്ഞു പിടിച്ചിരിക്കുന്നേ കണ്ടാട്ടുണ്ടോ മനസ്സിലാക്കുന്ന എനക്കൊന്നും അറിയില്ലാന്ന്. ഓന്റെ ഉറുമി കണ്ട അതൊന്ന് വീശിയാ മതി, 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിങ്ങളിപ്പോ എന്താ ചെയ്യാ? ഇക്കുവത്തിലും മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ ഇങ്ങക്കാണ് ക്ഷമ വേണ്ടിയത്. ആ ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ഈ മൂരിക്കാണ് ചീത്താടാ മൂരി. അനക്കറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം പോയി കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ. നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുഖമാണ്. ഇങ്ങക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷേ. ഒന്ന് പോടാ അവിടെ കള്ളച്ചക്കൻ. കൊറേ നേരം തുടങ്ങിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ കേട്ടിട്ടുണ്ടോ? പറയണ പങ്കുഞ്ഞാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേട്ടാ, ഇന്റെ ഈ മലപ്പുറം കത്തി എന്തിനാണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? വൈദേ കാണിച്ചോടാ. ശരി, സകല ഗുരു ശേഖന്മാരെ ബിസ്മില്ലാഹി. ആദ്യം അഖിലാണ്ട കടകൻ കുതിച്ചു മാറി ഇതൊരാഴ്ച കടകൻ ഉറങ്ങുന്ന പ്രതിയോഗി സുഷുപ്തി ഉറക്കം ആഞ്ഞൊന്ന് കുത്തി ആ തണുത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തണുത്ത് ഇരുട്ട് വീണ്ടും ഇങ്ങനെ കുട്ടിക്കേരളം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ ഈ ചിരിക്കണ്ട. എന്റെ മോനെന്താ ദുനാവിന് വല്ല സുന്ദരിയാ? പോക്ക് കത്ത് കൊടുക്കുന്നതിനൊക്കെ ഈ കൊല്ലോ എന്നാ കൊന്നാണ്. ഇവനാണ് എന്റെ മോനെ കെട്ടാൻ പോണേ. ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറുനോട്ടിൽ വെച്ച് തല്ലി ഭരിച്ച ആർക്കാ ചെയ്തം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ. പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും ഒന്ന് പോവിൻ. എല്ലാവരും പോവാനല്ലേ പറഞ്ഞു? നിങ്ങൾ ഐദ്രോസ്കാരം കൊണ്ട് പോ. വീട്ടിൽ കൊണ്ട് നിങ്ങളാണ് നല്ല മനുഷ്യൻ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനപ്പ് മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നാടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ടാ പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താടാ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കണേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്ത്. മാഷിനോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടിൽ വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ. നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോള കൊടുക്കും. അല്ല ബഷീറേ, ഇതിപ്പോ ഇവിടെയാണ്? അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ എന്താണ്? നമ്മൾ കുവൈറ്റിൽ ചെയ്യില്ലേ? കുവൈറ്റിന് വിടാന് കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. സാധാരണ നാട്ടിൽ വന്നാല്
നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാര് തുണി ഒന്നിക്കാൻ എന്റെ ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ അതൊക്കെ ജുബ്ബ അടിക്കാറ് ജുബ്ബ. ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ? കൺട്രി ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി അറബിയുടെ കുപ്പായോ? ജുബൊക്കെ കൊടുക്കണോ? അത്ര ഇതുവരെ. ആ മതി മതി. 31. കുവൈറ്റിൽ 44 പണ്ടാരാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31. എന്താ കഴിച്ചിട്ട് മുറിക്കണി മര്യാദക്കാണ് കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്തള്ള മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പന്നി ഇന്നെ പറ്റി എന്താ പറഞ്ഞല്ല. അതെ എന്നിട്ട് ഞമ്മള് പോട്ടെ, ഞമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ് നമ്മള് വരട്ടെ. നമ്മൾ വരയ്ക്കാം. പത്രത്തൊക്കെ നമുക്ക് അതിന് മൂത്താപ്പ. പണ്ട് ഞമ്മള് കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിനി. അനക്കറിയോ? ഹള്ള പൊന്നിയോള നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിട്ടാ നിക്കാഹ് നടക്കാൻ ഞാൻ ഓരോ പറച്ചില്. ഞമ്മടെ വായാലും നാവ് നന്നല്ലെന്നാ കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കദീശുവിനെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല ബർക്കത്തുള്ള ഒരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചു തരൂ. ഉമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. ആ ഞമ്മള് പറഞ്ഞില്ലേ ഈ നല്ല ബർക്കത്തുള്ള മോനാന്ന്. ദാ കുപ്പായത്തിന്റെ അളവ്. മോനെ ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി. ന്യൂസ് കേട്ട ബൈക്ക് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ നിസാങ്കാറിൽ കയറ്റി സ്പീഡില് ഫുൾ സ്പീഡിൽ ഓട്ടിച്ച് വരണം. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരണം. മഴ പെയ്യും പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ പുകയാണ്. ഇടത്തുനിന്നും വടത്തുനിന്നും ഇടത്തുനിന്നും പല ബെൽപ്പത്തിൽ അതൊക്കെ വെട്ടിച്ച് 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 നമ്മൾ സൗദിന്റെ ബോംബിലെത്തി. അതാണ് നമ്മൾ നേരെ എതിരൊരു ടാങ്കർ ഇഷ്ടം പറഞ്ഞു നമ്മൾ ബ്രേക്ക് കാരണം കേട്ടോ കൂട്ടാളി ടാങ്കറിന്റെ അവിടുന്നു ഒരാളും ഇങ്ങോട്ട് വന്നു. പറയാൻ വയ്യ മൊയ്തൊക്കെ രോമ എണീച്ച് നിൽക്കണ്. ആരെന്ന് പറഞ്ഞാല് ഒരു 7 അടി ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച്. ഓ ആരാണെന്ന് ചോദിക്കുന്നായരെ ആരാണ് ഇങ്ങനെ പറയും. അതാണ് എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് വേറെ ആർ ഗോയിങ്. തിരിച്ചെന്ത് പറഞ്ഞു? നമ്മളപ്പ തന്നെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പൊ സദ്ദാൻ ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞ ഗോ മമ്പറത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ച ഒറ്റ വിടല് വീട്ട്. മീനിപ്പം വില വളരെ കുറവാണല്ലേ? ആയത് കുറവായാലും കൂടുതലായാലും കണക്ക് അസീസിന്റെ പോവും. അല്ലല്ലേ എന്ത് നീ ഇപ്പൊ കൊറേ തോന കായൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി അതിനൊക്കെ എന്റെ കെട്ടിയോൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. ചിലക്കാട് പോയി ചാരാൻ പറയേ. പെണ്ടി തരാൻ ഈ പറയണ ചെയ്യണു. അല്ല മനസ്സിലായില്ല. എന്ത് തെണ്ടിത്തരോ? ഓക്കെപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്, ജേക്കലാണ്. ചാവും പകലും പട്ടിയും ചെന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കേണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ. നമ്മൾ കാണല്ലേ നമ്മൾ വേറെ നിക്കാതിരിക്കാൻ പോവുക. ആലോചന വല്ലതും ഉണ്ടോ? ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാന്റെ മോള് ആമിനായാലെന്താന്നൊരു തോന്നലുണ്ട്. എടാ മഹാഭാവി, നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അതിനെന്താ? നിങ്ങളെ പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ. അല്ലേ?
ഒരു 18 മനസ്സാ ഇപ്പൊ നീ നമുക്ക് ഇത്തിരി നീങ്ങിയിരുന്നു. അതിന് മൂരി സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കുമെന്ന് നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കുവോ? ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇപ്പം പൂതി പറയണല്ലേ. ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങള് ക്യൂ വെക്കൂ. അറിയാം ഒന്ന് അങ്ങോട്ട് മാറി നമ്മളൊന്നും അങ്ങോട്ട് പോട്ടെ. നിങ്ങളെയും വിളിക്കണേ നിൽക്കാന് നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കോളേ കേട്ടാ. എന്നെയും വിളിക്കട്ടെ കേട്ടോ മോനെ. പോട്ടെ. ആ. ആ എന്തായി ജബാർക്ക? ഒരു ദിവസം കുന്നന്തക്കാരിക്കാർ ഒരു വാർത്ത കേൾക്കും, ജബ്ബാർ ഒരു പെണ്ണുമായിട്ട് കടന്നു കളഞ്ഞെന്ന്. അതുവരെ കളിച്ചിന്റെ ഉമ്മ നോക്കിച്ച. പരപ്പരം കാടിക്കാരെയും പിടിച്ചില്ലേ? കാണുന്നവരൊക്കെ എനിക്ക് പിടിക്കാനിട്ട്. ജബാർക്ക രാവിലെ പറഞ്ഞില്ലേ എന്ത് ഐദ്രോസിക്കാരുടെ മോടെ കാര്യം? എന്താ അവളുടെ പേര്? ആമിന അല്ലേ? എന്തേ എനിക്കാലോചിക്കണ? ദേ ചന്തയിൽ അവളുടെ ബാപ്പയുണ്ട് മൂരി. ചെന്ന് ചോദിച്ചാ മതി, അപ്പ കിട്ടും. എടാ അന്റപ്പ ആ ഹിന്ദിക്കാരനും ഭാര്യ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടാ. എന്റെ അമ്മോ എന്ത് സാധനോടാ അത്. മിക്കവാറും ഇവിടെ വന്ന ഒരു ബ്ലൗസിന് അളവെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബ്ലൗസ് എന്താടാ നാട്ടുകാർ ഇവിടെ വന്ന് എടുക്കണില്ല, പിന്നെ ബംഗാളികള്. അത്ര ഇങ്ങനെ ആലോചിച്ച് കൂട്ടണ്ട. അല്ല ഇത് ആരൊക്കെ വന്നേക്കണത്? ഭായി ഒരു ബഹനോ മേലെ തയ്യൽ കടയിലേക്ക് ആവോനാ. ആകെ ഒരു ഹിന്ദി വാക്ക് അറിയാമുള്ളൂ, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അതാ ഇഷ്ടം. സമാധാനായി. അല്ല വന്ന കാര്യം എന്താ? ഒരു തയ്യൽ പണിയുണ്ട്. അതാണല്ലോ എന്റെ പണി. എന്താ തയ്ക്കണ്ടേന്ന് പറ. ഇവൾക്കൊരു ബ്ലൗസ് വേണം. അതിനെന്താ അളവ് ബ്ലൗസും തുണിയും എടുത്തോ? ব্লাউজ হবে নতুন মাপের। ഞാൻ അങ്ങനെ പേയായിട്ടൊന്നും കട്ടിയല്ല, കട്ടിനെ കറക്റ്റ് ആയിട്ട് ഞാൻ കട്ടിയുള്ളൂ. അളവെടുക്കണ്ടാ പറഞ്ഞു. എന്നാന്ന് പുതിയ അളവെടുക്കണം. তুমি এখানে শেষ করে বাড়ি যাও, ঠিক আছে। আমি বাজার থেকে আসছি। হুম। না ശരി. ഷിബു, ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിന്റെ അസുദിനമെത്തി. ഷിബു ചെല്ല്, ചെന്നളവെടുക്ക്. എന്താ എടുക്കുന്നേ? പോയി അളവെടുക്ക്. മുഴക്കോലെടുക്ക്, മുഴക്കോലെടുക്ക്. മുഴക്കോല എന്തിനാ? അളവെടുക്കാനാന്ന്. ടേപ്പ് കൊണ്ടല്ലേ അളവെടുക്കാറ്? എന്നാ ടേപ്പ് എടുക്ക്. ടേപ്പല്ലേ തോളത്തെടുക്കുന്നേ? പോയിട്ടാ സാരി ഒന്ന് മാറ്റണം. এই মডেলটা ঠিক। ഫുൾ കൈ ഷർട്ടാണ് തയ്ക്കേണ്ടത്. സിബ് എന്റെ തയ്യൽ പരമ്പര ദൈവങ്ങളെ, എന്നെ തയ്യൽ പിടിപ്പിച്ച് ജോളിച്ചേട്ടാ ശക്തി തരൂ. എന്നാ ഇത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എഴുത്, ബുക്ക് എടുത്ത് എഴുതാൻ. 17 എഴുത്. 37. 30. 11. 9. ചേച്ചി നോക്കോ, നാളെ തന്നെ. 5. നിന്ന് ചെല്ല്.
എന്റെ പൊന്നു ബ്ലൗസ്. ഞാൻ ഇന്നത്തോടെ എന്റെ തയ്യൽ പണി നിർത്തി. അതിനാണ് ഈ ലഡു. എന്റെ ശിബുവേട്ട കണ്ണ് കാണാനില്ലെങ്കിൽ നിങ്ങൾ ഒരു കണ്ണാടി മേടിച്ചു വെക്കി. അല്ലാതെ അറിയാവുന്ന പണി നിർത്തണോ? ഇനിയുള്ള കാലം അധ്വാനിച്ച് ജീവിക്കാന്ന് വെച്ചു. അളിയനെ ഒരു വിസായ ചെന്നിട്ടുണ്ട്. അല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം. ഈ ഷിബു ഒരു തീരുമാനം എടുക്കണമെങ്കിലേ കണിയാനെ വിളിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ തോന്നല്, ഒറ്റ തീരുമാനം. നിങ്ങൾ പണി നിർത്താന്ന് കാര്യമായിട്ട് പറഞ്ഞാണോ? പോടാ പുല്ലേ, സ്വഭാവത്തോടൊരു കാര്യം പറഞ്ഞാൽ നീയൊന്നും വിശ്വസിക്കൂല. ഇനിയിപ്പോ രണ്ടെണ്ണം അടിച്ചിട്ട് വന്ന് പറയണം. ശിബുച്ചേട്ടാ, അളവെടുക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അതിനാ പണി നിർത്തുന്നേ. നമുക്ക് സ്റ്റാൻഡിൽ നടക്കാന്നേ. നിർത്തടാ. നീ എന്താ വിചാരിച്ചത്? ഞാനെന്താ പടക്കം പൊട്ടിച്ചളിക്കാൻ മുട്ടിയിക്കുന്ന? പിന്നെ ഒരു കാര്യം, അളവെന്ന വാക്കിന് ഇവിടെ മിണ്ടിപ്പോരുത്. അത്രക്ക് വെറുത്തുപോയി ഞാൻ ആ വാക്ക്. അതെ, കുറച്ചു പേർ കൂടി ലഡു കൊടുക്കാനുണ്ട്. ലീവിന് വരുമ്പോ കാണാം. ശിബുവേട്ട ലഡുവിനാണെങ്കിൽ ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതാ. നല്ലൊരു മനുഷ്യനായിരുന്നു, പട്ടായി പോയി. അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുക. അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുക. ഇൻകുലാബ് 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 സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. തോറ്റിട്ടില്ല. താനെന്താ വൈകിയത്? ഞാൻ എപ്പോ വന്നാലും മുദ്രാവാക്യം വിളിക്ക് ഒരു കുറവും വരുത്തണല്ലോ ഏട്ടാ. എടോ, സംഗതി ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണെങ്കിലും ഇപ്പൊ ഇതാ നമ്മുടെ തൊഴിൽ. കൃത്യനിഷ്ഠ പാലിക്കണം. ഞങ്ങളുടെ തൊഴിൽ പോയപ്പോ നേതാവിന് ഒരു തൊഴിലായി. എടോ, താൻ വേറെ ജോലി അന്വേഷിക്കുന്നതും പല പണിക്ക് പോകുന്നതും ഞാൻ അറിയുന്നുണ്ട്. കൂട്ടത്തിൽ നിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും ചേർന്നല്ല. വിളിയണോ മുദ്രാവാക്യം? ധീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. മിഠായിയാണ് 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 മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. ഒന്നിന് താൻ മുദ്രാവാക്യം വിളിയിടൂ. ഇനി മുദ്രാവാക്യം വിളിച്ച് ഇത് ഇതാവും. വയറും ചെറിയ പ്രശ്നം. ചെല്ലു ചെല്ലു, ഇവിടെ നാറ്റിക്കണ്ട. ചെല്ലു. വിജയം വരെയും സമരം ചെയ്യും. സമരം ചെയ്യും. സമരം എന്താ വല്ല രക്ഷണ്ട? ശരിയാക്കാന്ന മാനേജർ പറഞ്ഞിരിക്കുന്നു. പോയി നോക്കാം. വിട്. വിജയം വരെയും സമരം ചെയ്തിട്ട് വരാം. വെടിയുടെ മുന്നിൽ എന്ത് വേഷ സച്ചേട്ടത്? ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇടണ്ടേ? എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചെന്നുണ്ടാ? ഇതങ്ങോട്ട് കഴുത്തി കെട്ടി. ഇത് എവിടുന്ന് ചൂണ്ടിയതാ? ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടൈയാ. ആ പാന്റ് അങ്ങോട്ട് അടിച്ചേ, എന്നിട്ട് അതങ്ങോട്ട് കെട്ട്. പാന്റ് അടിച്ചിട്ട് ഇത് കെട്ടാനാ? എടാ, അത് ഇന്ത്യൻ ടൈയാ. അതല്ല, പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ. ഇത് കഴുത്തി കെട്ടാൻ എന്തിനാ പാന്റ് അടിക്കണേ? ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചത്. നീ കാണിക്കണേ നിന്റെ പാന്റും പിടിക്കണേ. പെണ്ണുകൾ ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലാട്ടോ. എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ എന്താ ഉള്ളിലിട്ടിരിക്കണേ? എന്താ നീ എന്നെ വല്ല അണ്ടർവെയറിന്റെ പരസ്യത്തിനാണോ കൊണ്ടോണേ? ആ ഷർട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ആവിട്ടാ. അത് ശരി, നിനക്ക് അവിടെ വെച്ച് പറഞ്ഞ പോരായിരുന്നോ? നീ അവിടെ തിരിഞ്ഞെ. ഞാൻ ഡീസന്റ് ആയിക്കോളാം. വൃത്തിയിട്ടവനെ കൊറേ നേരം ആയാലും ഉള്ളിലോട്ട് നോക്കി അശ്ലീലം കാട്ടുന്നത്. എന്താ എനിക്ക് വേണ്ടത്? സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാൻ എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കഷ്ടം. അയ്യോ. ഓക്കെ. നമസ്കാരം.
ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്. ഹലോ സാർ ഇരിക്കി. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യ? അല്ല, ഞാനന്ന് പറഞ്ഞില്ല ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ. പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അല്ല അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറേ എനിക്ക് വാക്ക് തന്നല്ലേ. ആ പോസ്റ്റ് പോയടോ. ആ പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ. എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒന്നേ വാ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനത് ചിങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാൾ ലീവാ. ഓക്കെ. വൈകുന്നേരത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായിക്കോളും. സച്ചേട്ടന് ഈ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ പണി കണ്ടുപിടിക്കും. ഒരു തരൂ ചേട്ടാ. ആഹാ, നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ടനാ. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതായിരുന്നു ഇവന്റെ അപ്പൻ. ഞാൻ വിട്ടോട്ടെ മാഷെ. നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ തലയേറ്റാ മതി. പറ്റേ എന്ത് പണ്ടാറായാലും മുഖാരും കാണൂല്ലോ. ഇഷ്ടം പോലെ കടക്കാരുടെ ശല്യമുള്ള സ്ഥിതിക്ക് സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ? നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാക്കടാ. മുമ്പിൽ പോടാ. നാറിയിട്ട് പാടില്ല. ഒരു ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യണം. ദൈവമേ, മടിച്ചൊന്നും വീഴല്ലേ. ഓ കടിച്ചിട്ടും പാടില്ല. വൃത്തിയായിട്ടാ കുളിക്കാണ്ട് കയറി നിരുന്നോ. വെൽക്കം. Hey, look at the funny chat, baby. Hi. Hey, rabbit. ഓ എന്തെല്ലാം കലങ്ങി. ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ. കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു. ഏതടാ കൂടെയുള്ള ഐശ്വര്യ റോയ്? എന്തായാലും കണ്ണ് കാണാത്ത പീസ. അല്ലെങ്കിൽ വെന്റെ കൂടെ പോവോ? സ്റ്റെപ്പ് ഇൻ ഡാർലിംഗ്. Thank you. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണോർന്നില്ല പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്. അടച്ചില്ലെങ്കിൽ ഫ്യൂസൂരെന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കുഞ്ഞാറച്ചണ്ട കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ 1000 രൂപ കടം വാങ്ങിച്ചു കൊടുത്തുട്ടാ കഴിവറ മോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് ഞാൻ 100. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. നീ പറ. Yes, please. One pizza and 2 cokes. ആരോ ചില്ലോട് കൊടുന്നു വെച്ചാ. Okay. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു. ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത്ത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്. 100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഓഹോ. ഇപ്പൊ കക്ഷി ടൂറിലാണ്. ഐ തിങ്ക് ഹീസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയാൻ റെഡിയാർ. ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യാ? ഇവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് റൂബർ ഉണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ? താനടുത്ത പണിക്കാരനല്ലേ, എന്നിട്ട് കുറ്റം പറയണേ? മുഖംമൂടിയിട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുവാനിയാണ്. ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. Oh, poor chap. Give him some tip. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യും. ഉള്ളതൊക്കെ പോന്നോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. Look darling, I'm giving him $100. Oh, so cute. പറ്റിയ കൂട്ടാ. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്കാം കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ട ഈശ്വര? ആ കുഞ്ഞാറുവന്റെ കാര്യം ആലോചിക്കുമ്പോ തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം
ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടനയുണ്ടാകുന്നു. അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ വലിയ സംയുക്തങ്ങളെ ആലിസൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. ഏട്ടന് മനസ്സിലായോ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? അതെ, നമുക്കിനി ഫിസിക്സ് പഠിക്കാം. ഈ കെമിസ്ട്രി ഭയങ്കര ബോറാ. അപ്പൊ കെമിസ്ട്രി പാസ്സാവണ്ടേ? അത് കറണ്ട് വന്നിട്ട് മതി. വെളിച്ചത്തിരുന്ന് പഠിക്കാത്തോണ്ടാ എന്റെ തലയിലൊന്നും കയറാത്തത്. ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെ, ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയിലാ. അപ്പൊ ബയോളജിയും തലയിൽ കയറിയിട്ടില്ല എന്നർത്ഥം. ആ, അതാണ് എല്ലാം കൂടി ഒരു ദിവസം പഠിപ്പിച്ചുള്ള കുഴപ്പം. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവില്ലേ? ഒളിച്ചോടി പോയിട്ടില്ല കാട്ടുകന്തർവൻ. എന്തെല്ലാം ഇരുട്ടത്തിരിക്കണേ? ഈ മുട്ടിഞ്ഞ പവർ കട്ട് ഇനി തീർന്നില്ലേ? ഏട്ടാ, ഈ ഫിലാഡൽഫിയയിൽ പവർ കട്ട് ഉണ്ടോ? ഫിലാഡൽഫിയയിൽ പവർ കട്ടില്ല. അവിടുന്ന് 1300 കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ അവിടെയാണ് എപ്പോഴും പവർ കട്ട്. ആ, നീയപ്പോ വന്നു? ഞാൻ ടൂർ കഴിഞ്ഞ് ഫിലാഡൽഫിയ ഇപ്പൊ ലാൻഡ് ചെയ്തുള്ളൂ. നിനക്ക് സുഖമല്ലേ അനിയ? നടന്നു നീ വല്ലാണ്ട് മെലിഞ്ഞു. എടാ സച്ചി, ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, എന്നിട്ടെന്താ നമുക്ക് മാത്രം ഇല്ലാത്ത? ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം. ഒരു 3-4 മാസത്തെ ബില്ലടച്ചില്ലേ അപ്പാമാര് ഫീസ് വരും. ദേ, ഇവൻ രാവിലെ പറഞ്ഞുള്ളൂ ബില്ലടച്ചില്ലേ അപ്പ ഫീസ് വരും. നീ പറഞ്ഞില്ലടാ? അങ്ങോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു. നീ വല്ലാണ്ട് പെര നിറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ലേ നീ? വാതിലിപ്പടി പോലും കടക്കുന്നില്ല മോനെ. എന്താടാ സച്ചി? ഇരുട്ടോണ്ട് ഞാൻ പല ഓട്ടകളടിക്കാൻ. ഇതാണ് ഏട്ടാ ഇരുട്ടടി എന്ന് പറഞ്ഞ? അല്ല മോളെ, അത് ലൈറ്റ് അടിക്കണ ഇരുട്ടടി എന്ന് പറയാ. നീ ആരാടോ? 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിനിട്ടപ്പോ തന്നത്. 1, നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് ഉണ്ടാവണം. 2, ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 4 തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം. മനസ്സിലായടാ? പതുക്കെ. ഗുഡ് നൈറ്റ് ഏട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടാ. ഒക്കെ ക്ലിയറൻസ് സർ. ഒരു ഈച്ച പോലും റോഡിലില്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആതിര ബാർ വരെ ക്ലീൻ. ഓവർ. ഹലോ, സിസേറിയനോ? ഓ, നീണ്ട 16 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാ. ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളേ. കടിഞ്ഞൂലായതുകൊണ്ട് വൈഫിനൊരു ടെൻഷൻ കാണും. കത്തിമുള്ളൊക്കെ ഒന്ന് നന്നായിട്ട് ബാർസപ്പെട്ട് കഴിയേക്കണേ, എന്നിട്ട് കേറിക്കോ. അല്ല, ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. ഓവർ. സോറി, ഓവർ. അറ്റൻഷൻ പോയാൽ ആതിര ബാറിലെ സമീപം കുറെ മദ്യപാനികൾ കൂടി നിൽക്കുന്നുണ്ട്. ഇന്നൊരു ചാറ്റ് ക്ലിയർ ചെയ്യണം. സാർ, അത് വേറെ ഒന്നുമില്ല സാർ, സിസേറിയൻ കാണാൻ നിൽക്കുന്നതാ. അല്ല, സോറി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാ. ആണോ? ആ, കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയില്ലേ, ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ബാറിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓവർ. വണ്ടി സൈഡാക്കടോ. ബ്ലഡ് വേണമെന്നാ? എന്റെ ദൈവം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പോലീസുകാരൊക്കെ ഡ്യൂട്ടിയില്ല. ഇവിടെയാണെങ്കിൽ ലാത്തി ചാർജും ഇല്ല. അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തല്ലുകൊള്ളാൻ വരണ്ടേ? എന്തു പറ്റി സാർ? ആകെ ടെൻഷനാണ് കൂട്ടായി. ഒരു വശത്ത് നാടിന്റെ പ്രധാനമന്ത്രി, മറുവശത്ത് ഭാര്യയുടെ സിസേറിയൻ. തന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് ഈ സാമാനം വലിച്ചു കയറ്റരുന്ന്. സോറി സാർ. വലിച്ചു കയറ്റുന്ന താനെ തുമ്പണം ഞാനുമാണ്. മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോയത്. ഹലോ. ഓ, കട്ടായി. വിളിച്ചായിരുന്നു സാർ? കട്ടായി, ഫോൺ കട്ടായി. കുട്ടായി എന്നല്ല, ഇപ്പോഴേ ഫിറ്റായ. വണ്ടി കടത്തുവിട്ടെ. സാറാമ്മ എവിടുന്നാ സംസാരിക്കുന്നത്? സാറാമ്മയിലാണ് നിന്റെ അമ്മായിയമ്മ. ഞാൻ CI പൊതുവാളാണ് സംസാരിക്കുന്നത്. ആ ലോറിയിൽ നിന്ന് മണങ്കാരനെ മൂക്ക് കൊത്തിയതാണ്. നീ വേഗം ബ്ലോക്ക് ചെയ്യ്. വണ്ടിയിലേക്ക് കയറോ. സോറി സാർ. പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് നമ്മുടെ ഓമന നേതാവേ, നയിച്ചാടൂ. കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞെന്നവരാ പ്രസവിക്കേണ്ടെന്ന്. അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ നീ? ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ, ഇനിഷ്യൽ എഴുതടാ. അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയില്? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത പണം? ഇത് ഒരു പ്രത്യേകതരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ.
ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്കെ പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റി ഈ വളം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 അണ്ണാക്കിനെ കുത്തിക്കയറ്റി. അവന്റെ ഒരു തൊപ്പി എന്റെ കൈ ധരിക്കുന്നത്. ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കയറ്റണം. ലോറി ആരെടുക്കും? സാർ എടുക്കും. ലോറി നിന്റെ അമ്മ നായിന്റെ പോലെയാണ് അകത്തിരിക്കണത്. അത് ഈ ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കണ മുതലാളി, സാർ വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് പാടോ. നമസ്കാരം ഉണ്ടല്ലയാ. പോലീസായിരുന്ന ഞാൻ അനുസരണമുള്ളവനാണ്. സത്യം അല്ല സാറേ, ഞാൻ പാവമാണ് സാർ. എന്താ പാവമാണെന്ന് താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്? അണ്ട് ഇവൻ പറയുന്നത് ഇവൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറയുന്നത് വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാടാ വണ്ടി വഴി കൊണ്ടത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണെന്ന്. നിനക്ക് സത്യം ഉണ്ടാൻ വേണ്ടി ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആയിരിക്കും. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാൻ സാർ. കഴിവേറുള്ള പോന്നെ. നീ പ്രധാനമന്ത്രി നാട്ടിച്ചേ പോവുള്ളൂ. സാർ, CI ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ, ഓവർ. ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ, ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞി കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ, ഓവർ. സാർ പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണം. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല. എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ, പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയൻ വണ്ടി എടുത്ത് മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ ജോലി പോയിന്നാ തോന്നുന്നത്. ഒന്ന് സഹായിക്കണോ? വേണം വേണം വേണം. കളിക്കോ കളിക്കോ. കൈ കൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെറ്റിക്കാവണ്ടെന്ന് കരുതി കളിക്കോ. ഡെറ്റോള് മേടിച്ച് കുളിക്കാം. കോൺവോയ് പോയി. ഭാഗ്യത്തിന് നിക്കണുണ്ട്. അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യോ? എന്റെ റൂമിൽ കടന്നു വന്നിട്ട് എന്നോട് ഞാൻ ആരാണെന്ന് നീ ആരാ? ഞാൻ പ്രിയൻ. ആർക്ക് പ്രിയൻ? അല്ല, പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ താമസിക്കാൻ വന്ന. ഓ, എന്റെ റൂം ഷെയർ ചെയ്യാൻ വന്നാണ്. വാസു വിളിച്ച് പറഞ്ഞിരുന്നു. ആഹാ, അടുക്കള സമയത്താണ് നാട്ടിൽ നിന്ന് വന്നത്. ഓക്കെ പ്രിയ, ഞാൻ കണ്ണപ്പൻ, സീനിയർ സൂപ്രണ്ട്, വകുപ്പ് തൊഴിൽ. പറഞ്ഞായിരുന്നു. ചേട്ടായിക്ക് കഞ്ഞിയും തോരനും പപ്പടമൊക്കെ എടുക്കട്ടോ? നോ നോ നോ, പപ്പടക്ക് കഴിക്കാൻ പറ്റൂല. വെളിച്ചെണ്ണേ, കൊളസ്ട്രോൾ 300 കഴിഞ്ഞു. കഞ്ഞി പാടില്ല, ഷുഗറാ. അച്ചാറും പറ്റില്ല, BP ഉള്ളതാണേ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ മെനു. ഒരു ശരാശരി മലയാളിക്ക് ഇപ്പൊ നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കണ്ടിട്ടില്ലേ? കല്യാണ സദ്യക്ക് ആക്രാന്തത്തോടെ തള്ളിക്കേറും. എന്തിനാ ഓരോന്ന് വിളമ്പുമ്പോ വേണ്ട വേണ്ട എന്ന് പറയാനാ? അസുഖാണേ. അപ്പോ ചേട്ടായി ഒന്നും കഴിക്കാറില്ലയോ? ഒന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, അൾസർ അടിക്കും. അതുകൊണ്ടാ കിടക്കുന്നതിന് മുമ്പ് ഇതും കഴിക്കും. അപ്പോ കല്യാണം കഴിച്ചാന്നോ? അതും കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചോട്ടെ. കല്യാണക്കാരും പറയുമ്പോ പ്രഷർ കൂടും. ലേബർ വകുപ്പിൽ LDC ആയി കയറിയപ്പോ വിവാഹാലോചനകൾ വന്നതാ. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ്. 50 പവനും വീടും കാറും ഓഫർ വന്നു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ, LD ക്ലാർക്കിന് ഇത്രയും റേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് UD ക്ലാർക്ക് ആയാൽ നല്ല ഓഫർ വരില്ലെന്ന്. ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു. വയസ്സ് 35. UDC ആയി ആലോചന വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മക്കളെ കണ്ണപ്പ, ഹെഡ് ക്ലാർക്ക് ആയിട്ട് പോരെയെന്ന്. വെയിറ്റ് ചെയ്തു. 40-ആം വയസ്സിൽ ഹെഡ് ക്ലാർക്കായി. 45 ജൂനിയർ സൂപ്രണ്ട്.
50 സീനിയർ സൂപ്രണ്ട്, ഇപ്പൊ 52 നടപ്പ്. അമ്മ പറയുന്നതേ 54 ഏയും. അപ്പൊ നല്ല സ്വീകരണം കിട്ടുമെന്നാ. ജാതകത്തിൽ കാണുന്നത് അമ്മ അടുത്ത വർഷം നാട് നീങ്ങുന്ന. അങ്ങനെയാണെങ്കിൽ റിട്ടയറിന് മുമ്പ് ഞാൻ കെട്ട് കെട്ടും. അതിരിക്കട്ടെ, നിന്റെ കെട്ട് കഴിഞ്ഞോ അതോ പുററിഞ്ഞ് നിൽക്കുകയാണോ? അമ്മയുണ്ടെങ്കിൽ ആദ്യം തട്ട്, എന്നിട്ട് സ്ത്രീധനം വാങ്ങി ഒരുത്തിയെ കെട്ട്. സുന്ദരിയും സുശീലിയുമായ ഒരുത്തിയെ നോക്കടോ. എനിക്ക് സന്തോഷം ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പെങ്കൊച്ചിനെ മതിയെന്നേ. എങ്ങനെ സന്തോഷം? സന്തോഷം അറിയാത്ത പെങ്കൊച്ചെന്ന് പറഞ്ഞാൽ അത് എന്നാ പറയണ്ടേ. എന്നെ കൂടി ആയിരിക്കണം അവൾ എല്ലാ സന്തോഷങ്ങളും അറിയേണ്ടത്. കുറച്ച് കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ വളരുന്ന പെങ്കൊച്ചായിരിക്കണം. അങ്ങനെയുള്ളൊരു പെങ്കൊച്ചിന് ജീവിതം കൊടുക്കുമ്പോൾ അതൊരു സുഖം. ഇതൊരു അസുഖ, ഗുളിക വിഴുങ്ങണം എന്ന് വെച്ച് കാശുകാരി പെമ്പിള്ളേര് മോശമെന്നല്ല കേട്ടോ. എനിക്ക് ശരിയാകുകയല്ല, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങുന്ന ശമ്പളം അല്പം മിച്ചം പിടിച്ചൊക്കെ ചെലവാക്കുന്നവളായിരിക്കണം എൻ്റെ ഭാര്യ. ആഴ്ചയിൽ ഒരിക്കൽ അവളുമായിട്ട് എനിക്ക് തോനക്കാട് ചന്തയിലൊക്കെ ഒന്ന് പോകണം. എൻ്റെ കാശുകൊണ്ട് അവൾക്ക് വളയും മാലയൊക്കെ മേടിച്ചു കൊടുക്കണം. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം അവൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ. എങ്ങനെ? ഭാഗ്യം പിറന്നൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. നിർത്ത. അതാരാടാ വാർപ്പിന്റെ അടിയില്? ചോദിച്ചത് കേട്ടില്ലേ? എവിടുന്നാടാ കഴിവറ മോനെ ഇത് എടുത്തുകൊണ്ട് വരുന്നത്? ഇത് തമ്മനത്തെ നാരായണമേനന്റെ മുത്തച്ഛ. ഏണം കേട്ടവനെ, ഈ മംഗലത്തെ മൂപ്പിൽ നായർക്ക് ഇവിടെ ഒരു സദ്യ നടത്താൻ തമ്മനത്തെ മേനോന്റെ വാർപ്പ് വേണോടാ? ഞാനാ. ആഹാ, നാരായണൻകുട്ടി നീയായിരുന്നോ? നിന്നോട് ആരാടാ കഴുതേ ഇതും താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ അച്ഛാ. ക്ഷണിച്ചിട്ടും ക്ഷണിക്കാണ്ട് 100 കണക്കിന് ആളുകളാ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണാൻ വരുന്നത്. അവർക്ക് ഇത്തിരി പായസം ഉണ്ടാക്കാൻ വേണ്ടി. അച്ഛനെ വിട്ടേ. അച്ഛനെന്നെ വിളിച്ചോ? നീ അതെടുത്ത് വിറ്റു അല്ലടാ? ഏതാ അച്ഛാ? നിന്റെ അമ്മയുടെ നാളില്ലേ ഈ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാൾ വലിയ വാർപ്പ്? അതെടുത്ത് വിറ്റോന്ന്. അയ്യോ, വിറ്റതല്ല, വേറൊരു സദ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. ഞാനത് ഇപ്പൊ പോയി മേടിച്ചു. നിക്ക്. എന്ന് മുതലാടാ മൂപ്പിൽ നായര് കാരണവന്മാരുടെ വാർപ്പും തളികയും വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത്? അച്ഛനല്ല, ഞങ്ങളാ കൊടുത്തത്. എന്തോരം വലിയ വലിയ പാത്രങ്ങളാ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പൂത്തു പോകുന്നത്. വല്ലപ്പോഴും അടുപ്പിൽ കയറിയിരുന്ന ഒന്ന് നല്ലപോലെ ചൂടാകാൻ അതുങ്ങൾക്കും ഉണ്ടാവില്ല അച്ഛാ മോഹം. ഈ കിണ്ടിക്കും തലയ്ക്കും ഒക്കെ മോഹങ്ങളുണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടന്റെ മക്കളൊന്നും അല്ലല്ലോ. അതേടാ, അച്ഛൻ ഉണ്ടാക്കിയ എന്തിനെ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കണത്. വാടകയ്ക്കല്ല അച്ഛാ കൊടുത്തത്. സദ്യ കഴിഞ്ഞാൽ അതല്ല ഇപ്പൊ എത്തും. വാടകയ്ക്ക് കൊടുത്തു അച്ഛാ. ഒരു ദിവസത്തേക്ക് 500 രൂപ. ചേട്ടൻ കള്ളത്തരം പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്തരം പറയാൻ എന്നെ കിട്ടില്ല. ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ? വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ വാടകയ്ക്ക് കൊടുത്താൽ മതി നീ അല്ലേ പറഞ്ഞത്? അച്ഛൻ അറിയാതെ 34,000 രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? അത് പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ഒരു കാര്യം എനിക്ക് തരാൻ വന്നില്ല. ഒരു കാല് തരാം. ഒരു കാല് തരാൻ. അപസ്മാരാണല്ലോ പഠിച്ചോളത്. എന്നാണ് ഇരുമ്പ് നഷ്ടം വിട്ടു വരാൻ? അപസ്മാരം തന്റെ വാപ്പിച്ച താക്കോൽ കൈ കൊടുക്കുന്നത് അല്ല. താക്കോൽ പിടിക്കാൻ കൊടുത്തതിന്റെ ഗുണമായി കാണിക്കണേ. ദിവസം 4 തവണ കാല് പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായി എന്താ വിചാരം? മക്കളാണോ മരുമക്കളാണോ എന്ന് ഞാൻ നോക്കൂല. നാറി തുടങ്ങിയാൽ സകലതും പഠിച്ചു കൊടുത്ത. അത് ശരി. അപ്പൊ മക്കൾ അച്ഛന്റെ കാല് പിടിക്കായിരുന്നില്ലേ? സത്യം പറയാലോ, എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ ബാപ്പന്റെ കാല് പിടിച്ചിട്ടില്ല. അതെന്താ, തന്റെ ബാപ്പയ്ക്ക് കാലില്ലേ? കാലിലഞ്ഞിട്ടല്ല, ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ബാപ്പ ദുബായിലാ. ബാപ്പ ദുബായിന്റെ ലീവിൽ വരുമ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബാപ്പ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ബാപ്പി ഞാനിതുവരെ തമ്മിൽ കണ്ടില്ല. പിന്നെ എങ്ങനെ ഇത് പിടിക്കും? കോയ എന്താ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? ഇത് ഈ മാസത്തെ എന്റെ വീട്ടിന്റെ വാടക. ആദ്യത്തെ വാടക മൂപ്പിൽ നേരെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം. ഏയ്, ഇന്ന് അച്ഛന്റെ ജന്മദിവസം അച്ഛൻ ഒന്നും കൈ നീട്ടി വാങ്ങാറില്ല, കൈ നീട്ടി കൊടുക്കാറേ ഉള്ളൂ. ഏട്ടാ, വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ ഇതൊന്നും കോയോട് പറഞ്ഞിട്ടില്ലേ? ഞാനായിട്ട് പറയുന്നത് നല്ലതല്ലേടാ, നേരിട്ട് വന്ന് അറിയുന്നത്. അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈനീട്ടി ഞാനൊന്നും വാങ്ങാറില്ല. ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട, അത് താൻ തന്നെ വെച്ചോ. പടച്ചോൻ സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചാണ് എന്റെ പ്രാർത്ഥന. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് കൊല്ലത്തൊരു ദിവസം ജനിച്ചാൽ പോരാ. ഓരോ മാസം എല്ലാ 1-ാം തീയതി അങ്ങനെ 12 മാസം ജനിക്കണം എന്നാണ് എന്റെ ആഗ്രഹം.
ജനിക്കണം ജനിക്കണം എന്ന് തന്നെയാ എന്റെയും മോഹം. ഈ വീട് വിട്ടുപോവാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലിടവേ. മരിക്കരുതേ എന്നാ എന്റെ പ്രാർത്ഥന. കോയക്കറിയില്ല, ഇവരുടെയൊക്കെ ഇളയതായി എനിക്കൊരു മോളുണ്ടായിരുന്നു. ചിന്നമ്മൂന്നാ ഞാൻ വിളിക്ക. അവളും ഭർത്താവും ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോ അവരുടെ കുഞ്ഞിന് പാലുകൂടി മാറിയിരുന്നില്ല. അമ്മയില്ലാത്ത കുഞ്ഞിനെ ഒരുത്തന്റെയും സഹായമില്ലാതെ ഈ കയ്യിലിട്ടാ വളർത്തിയത്. അവള് വളർന്നു. ഈ വയസ്സിനെ മനസ്സുകൊണ്ട് ചതിക്കാത്ത ഒരാളെ ഇന്ന് ലോകത്തിലുള്ളൂ. എന്റെ കൊച്ചുമോള് മായ. ഇന്ന് എന്റെ പിറന്നാള് മാത്രമല്ല, മായ ബോംബെന്ന് എന്നെ കാണാൻ വരുന്ന ദിവസം കൂടിയാ. ഇതുവരെ ഒരു പിറന്നാളും അവളെ കാണാതെ ഞാനിവിടെ ഉണ്ടിട്ടില്ല. ഇന്ന് വരും എഴുത്തുണ്ടായിരുന്നു. വിമാനത്താവളത്തിലും തീവണ്ടി ആഫീസിലും ബസ് സ്റ്റോപ്പിലും ആളെ നിർത്തി മനസ്സിൽ തീയും വെച്ചിരിക്കുമ്പോഴാ മക്കളാണെന്നും പറഞ്ഞ് ഓരോരുത്തര് ഉരുളിയും തലയെ വെച്ച് എഴുന്നള്ളത്ത് നടത്തുന്നത്. മായ ഇങ് എത്തിക്കോളും. അച്ഛൻ ഇങ്ങനെ വിഷമിക്കണ കാണുമ്പോ ഞങ്ങൾക്ക് വരെ മനസ്സ് മുറുകി പൊട്ടുക. അതാ മായ വന്നു. മുത്തച്ഛ, മുത്തച്ഛന്റെ മായക്കുട്ടി വിമാനത്തിലും വന്നിട്ടില്ല, തീവണ്ടിയിലും വന്നിട്ടില്ല, ബസ്സിലും വന്നിട്ടില്ല. ഞാൻ സകല സ്ഥലത്തും തപ്പി. മുത്തച്ഛ, 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 ബോംബെയിൽ അവളുടെ അഡ്രസ് തരൂ. അവൾക്ക് അവിടെ എന്താ ഇത്ര വലിയ തിരക്കെന്ന് എനിക്കൊന്നറിയാലോ. വേണ്ട വേണ്ട തരണ്ട. ഞാൻ അവൾക്ക് കത്തെഴുതുന്നു പേടിച്ചിട്ടല്ലേ എനിക്ക് അഡ്രസ് തരാത്തത്. ചോദിച്ച അവളും തരികയല്ല. എന്താ ഇത്? ഇങ്ങോട്ട് വന്നേ. ആവേശം മൂത്ത് വല്ലതും പറഞ്ഞാൽ നിന്റെ ഈ സകല ഗ്ലാമറോടും കൂടി ഈ കറുത്ത കണ്ണാടി അടക്കം നിന്റെ കരളക്കുറ്റി അച്ഛൻ അടിച്ചു പൊട്ടിക്കും. ശവമേ, എന്തെങ്കിലും മായ കല്യാണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കളയണം കോയ. ഒരിക്കലും കളയരുത്. ഇത്രയും പുരുഷത്വം വെച്ച ഒരു അഡ്രസ് വേണ്ടി ചീപ്പാവേ. വിട്ടുകള ശിവൻകുട്ടി, ഇതങ്ങനെ വിടാൻ പറ്റില്ല. മായ എന്റെ ജീവനാ. എടാ, നീ അവളെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം ഈ അച്ഛനൊന്ന് കണ്ണടയ്ക്കാൻ. അത് നീ മറക്കരുത്. അച്ഛന്റെ കണ്ണടപ്പിക്കുന്നവരെ ഞാനേറ്റ് പോരെ. വാടക 400 വാടകയില് പകുതി ഇങ്ങക്കും പകുതി അമ്മക്കും. ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് നടത്തുന്ന കുട്ടികളും കെട്ടിയുള്ള ഒരു സാധാ കോയാണ് ഞാൻ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. അതെ, അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീട്ടി വാങ്ങാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അത് നമുക്ക് ഷെയർ ചെയ്യാലോ. അളിയാ, എന്റെ ഷെയർ ഇവിടെ. ആ, ഇതാ ഏട്ടനും അളിയനും 100 പിടി. എന്റെ 100 കഴിച്ച് വേറൊരു 100 എന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് 3 ആക്കി മുറിച്ച് 33 രൂപ 33 പൈസ ഇനി അങ്ങോട്ട് വരും. എന്താ പോരെ? പോരാ. എന്നാലും 1 പൈസ ബാക്കി വരും. വന്നോട്ടെ. അത് അളിയന്റെ 16 അടിയന്തരത്തിന് ഞാൻ ഭഗവതിക്ക് നേർച്ച കിട്ടുന്നുണ്ട്. എന്തേ ഏട്ടൻ എന്ത് പറ്റി? അച്ഛനെ പറ്റിച്ച് നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ കഴിയുക? അച്ഛന്റെ സ്വർഗാരോഹണം വരെ ഇങ്ങനെ കഴിയാം. അല്ലാതെ എന്താ ചെയ്യാ? തന്തയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ തല്ല് കിട്ടി എന്റെ പുറമൊന്ന് നോക്കിയേ. വേണം പിന്നെ കാണാം. ഇളയ പെങ്ങള് ചിന്നമ്മ മരിച്ച പിന്നെ അച്ഛൻ ഇങ്ങനെ കണ്ണിച്ചോടയില്ലാതായത്. ചിന്നമ്മൂന്റെ മകള് മായോടാ അച്ഛൻ എല്ലാരേക്കാളും ഇഷ്ടം. അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാവും. അളിയാ, സദ്യ വിളമ്പറായി. അവിടെ ആരുമില്ല. ഡോ, തനിക്ക് മറ്റു കാണണ്ടേ? അതല്ലടോ എന്റെ പുറം. പിന്നെ കാണാം. നിർത്ത്. എടി ലക്ഷ്മിയെ, ദേ എന്റെ ആങ്ങളെ വന്നിരിക്കുന്നു. കൊറേ പേട്ട തേങ്ങ ആയിട്ട്. ചാക്കിലെന്താ? കുറച്ച് തേങ്ങയാ. എത്രയായി? 60. 60 രൂപ? ഒരാൾ അവിടെ നിന്ന് ഇവിടെ വരെ വരണേന് 60 രൂപയെ? ഈ തേങ്ങയുടെ കൂടെ കുട്ടിയെ പറഞ്ഞത്. എങ്ങനെ
എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന തേങ്ങയ്ക്ക് ഞാൻ നിനക്ക് കാശ് തരണമെന്നോ? തേങ്ങ അവിടുന്ന് പറന്നൊന്നുമല്ല വന്നത്, വണ്ടിയിലല്ലേ. ഒരാളുടെ വെയിറ്റ് ഉണ്ട് അതിന്, കളിക്കാണ്ട് കാശെടു. നിന്റെ വണ്ടി കയറിയതുകൊണ്ടല്ലേ ഈ കൊള്ള കാശ് എന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നെ എന്റെ തേങ്ങ എവിടെ നിന്ന് കയറ്റിയോ അവിടെ കൊണ്ടിറക്കും. ഇതിനേക്കാൾ കാശ് കുറച്ച് ഇവിടെ വന്നിറങ്ങാൻ എനിക്കറിയാം. എനിക്കതുപോലെ അങ്ങ് വണ്ടി കയറ്റാൻ പറ്റില്ല. അതെ, ഇത് ഞാൻ നിങ്ങളെ എടുത്തോണ്ടാകണം. എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട, ഒരു കോപ്പം വേണ്ട. ഓരോന്ന് ഇറങ്ങിക്കോളും. ഇനി മേലെ എന്റെ വണ്ടിക്ക് കേണിച്ചു പോരുത്. എനിക്ക് തോന്നും പോലെ ചെയ്യും. അവന്റെ വണ്ടി കണ്ടിട്ടല്ലേ ഞാൻ തെങ്ങ് വെച്ചത്. ഒന്ന് പോടാ കൊച്ചനെ. അവനൊരു വണ്ടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കിടക്കുന്നു. എനിക്കൊരുത്തന്റെ ഔദാര്യം ആവശ്യമില്ല. എന്റെ ആളിയോ, അവിടുന്ന് ഇവിടം വരെ ഓട്ടോറിക്ഷ വന്നതിനാണോ 40 ലക്ഷം രൂപയും ഒരു ഇനോവ കാറും അവൻ എറിഞ്ഞു കൊടുത്തത്? ചിലപ്പോ കൊടുത്തെന്നിരിക്കും. ഞങ്ങളെ പൊൻകുന്നത്ത് കുടുംബക്കാരാ, കൊടുത്തേ ശീലമുള്ളൂ. വെറുതെ അതും പിടിച്ചോണ്ട് നിൽക്കണ്ട. അതിനൊന്നും ഒന്നുമില്ല. ഇതേലൊന്ന് പിടി. വേണ്ട, ഞാൻ എടുത്തോളാം. 24 മണിക്കൂറും വലിച്ചു കയറ്റി ഇങ്ങനെ 4 കാലം നടന്നാ മതി. ഈ കുടുംബത്തിന് തന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എന്റെ പെങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം. മരുന്നില്ല. വലിക്കണ്ട അളിയാ, ഞാൻ പിടിക്കാം. പിടിക്കണ്ട, ഞാൻ വലിച്ചോളാം. അളിയം വലിക്കുവോ? പക്ഷെ ഞാൻ വലിക്കില്ല, സ്വല്പം കുടിക്കാം. കുടിച്ച് കുടുംബം പറ്റി. എനിക്കൊന്നും പറ്റിയില്ല, അളിയനൊന്നും പറ്റിയില്ലല്ലോ. അളിയൻ കുറച്ച് ശ്രദ്ധിക്കണം. അളിയന് ഗുരുത്വാകർഷണ ബലം കുറവാണെന്ന് തോന്നുന്നു. നിന്നെ ഒടുങ്ങാനായിട്ട് ഈ കാലമാണ് ചാവണോ ഇല്ലല്ലോ ദൈവമേ. ഇവിടത്തെ ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ എന്റെ മോളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി പഠിപ്പിക്കുന്നത്. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഇവൻ അങ്ങോട്ടേക്കും ഫോൺ ചെയ്ത് അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിരിക്കണം. നിങ്ങൾ പറ, ഇനി ഞാൻ എന്റെ മോളെ എവിടെ കൊണ്ട് നിർത്തി പഠിപ്പിക്കണം? ഇവിടെ കൊണ്ടൊന്ന് നിർത്തിക്കോ അളിയ. അതാവുമ്പോ ഫോൺ ചെയ്ത് ശല്യം ചെയ്യില്ലല്ലോ. അളിയനായി പോയി. ഞാൻ വന്നോ വിളിച്ച് പറഞ്ഞോ കൂടി പോകും കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയണ്ട. ചേട്ടൻ എന്താ പറ്റിയത്? അതങ്ങനെ കള്ളിന്റെ പുറത്ത് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അവനോട് എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇനി നീ ഒന്നും പറയണ്ട. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. എടാ മനു, ചേട്ടായി, ഇതെങ്ങോട്ടാ? എടി, അമ്മാവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ വർക്ക്ഷോപ്പിൽ പോയിന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാ മതി. ഇത് പേടാണ്. എടാ, നീ ഇതെങ്ങോട്ട് പോവാ? അമ്മാവൻ തിരക്കുന്നുണ്ടെന്ന്. നീ പോടാ, നിന്നെ എന്റെ കൈ കിട്ടും. അളിയ, ഇതൊക്കെ പേടാണല്ലോ. തനിക്കുണ്ടായതല്ലേ, അങ്ങനെ അളിയൻ ഏത് തേങ്ങയുടെ കാര്യം പറഞ്ഞു? അത്താവില്ല. എന്നാ പെങ്ങളെ, ഞാനങ്ങോട്ട് ഇറങ്ങുവാ. എന്താ അളിയത്? ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങി പോകുന്നത്. പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇതൊരു 6 കുപ്പി വീതം ഒരു 6 മാസം കൊണ്ട് സേവിക്കുക. ധാരാളം വെള്ളവും കുടിക്കുക. എന്തുമാത്രം വെള്ളം കുടിക്കേണ്ടി വരും? ഇവിടെ വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു തീർക്കുക. മഴ വന്നാൽ കൂടെ പിടിക്കുക. അതല്ല, മഴവെള്ളം കുടിക്കണമെന്ന്. അതും ലേശാവാം. എന്തായാലും വെള്ളം കുടിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും. അതോടെ ഞാനും മാഞ്ഞു പോവോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ വരിക. ജീവനുണ്ടെങ്കിൽ വരാം. പേടിക്കണ്ട, ഇത് തുടക്കം മാത്രാ. നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം. കോളറ അല്ല, കൊളസ്ട്രോൾ. അത് തന്നെ. പോയിക്കോളൂ. എന്താ ചെറുട്ടേട്ടാ, ഇതുവഴി പോകാറില്ലല്ലോ? ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എവിടെയോ ഒരു കൊളസ്ട്രോൾ. ഇത്ര ചെറുപ്പത്തിലെ തന്നെ? അച്ഛൻ മരുന്ന് തന്നിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസുമതി. വരട്ടെ, പോട്ടെ. ശിവൻകുട്ടിയേട്ടാ, നമ്മുടെ വീട്ടിൽ മാനശേശ്വരി ചേച്ചി താമസിക്കാൻ വന്നു. ഏത് മാനശേശ്വരി? ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ, ആ മാനശേശ്വരി ചേച്ചി. ഉണ്ടോ? വെച്ചോ വെച്ചോ. എടാ
എടാ വാസുണ്ണേ, അവരെന്തിനാടാ കുഞ്ഞിനെ കൊണ്ട് പഠിപ്പര വന്നിരിക്കുന്നേ? കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതായിരിക്കും. നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ട് നോക്കിയാലോ? അത് വേണോ? ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കൂടെ ഇല്ലേ, ധൈര്യമായിട്ട് പോ. എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരാ. അതേതാടാ ഒരു കുളക്കോഴി? മാനശേശ്വരി ചേച്ചിയുടെ ബ്രദറാ, പരമാനന്ദ ഗുപ്തചേട്ടൻ. പരമാനന്ദ ഗുപ്ത आप कैसा है? सिल्वर फ्लस में सफींदर गुल्फी ഉട്ടാലങ്ങിന്റെ ജൂഹു ബീച്ച് में ദിൽബാർ है. കുച്ചി പൊട്ടും. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നു എന്ന് ഇവൻ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക. മായ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ അന്ന് അറിയാതെ കയറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ പോട്ടെ. താമസമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛാ ഹേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഐ എം ശിവൻകുട്ടി എന്നെ കൈതരൂ. ये क्या करता है साहब? ये आपका माया देवी है. പോടോ. ഈ വിചിത്ര ജീവി എവിടെ നീട്ടി മാനസേശ്വരി ദേവി? എനിക്ക് അറിഞ്ഞൂടാ ശിവൻകുട്ടിയേട്ടാ, അതാ ഡോക്ടറോട് ചോദിക്കണം. മായാണിത്. അയ്യോ, ये आप भी गरम हो गया. മായേ, മായ മോളെ. എവിടെ പോയി? മായ എവിടെ പോയി കളിയാ? എവിടെ പോയിന്നല്ലേ ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്. മായ മാത്രമല്ല, ശിവൻകുട്ടിയും കാണാനില്ലേ? അവൻ ഈ നേരത്തെ എവിടെ പോയി? അവൻ പോയടാ നാരായണൻകുട്ടി, അവൻ പോയി. അവളെ കൊണ്ട് പോയി. കത്തെഴുതി വെച്ചിരിക്കുന്നു. മംഗലം വീട്ടിലെ മഹാമനസ്കരെ, എന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തോടൊപ്പം ഞാനെന്ന ശിവൻകുട്ടി ഇതാ ഒരു മായാ ലോകത്തേക്ക് പറക്കുന്നു. ഇത്രയും കാലം എനിക്ക് കിട്ടാതിരുന്ന 10 മാറ്റുള്ള സ്ത്രീഹൃദയം ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും ഇതിൽ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഓമനപുത്രൻ ശിവൻകുട്ടിക്ക് ഒരു മായാദേവിയുടെ സ്വർഗരാജ്യം വീണ് കിട്ടിയിരിക്കുന്നു. അവളുടെ സമ്പത്തും ഐശ്വര്യവും സ്നേഹവും എല്ലാം ഇനി എനിക്കാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഗുഡ് ലക്ക്. എടാ ശിവൻകുട്ടി, നീ പോയത് പിന്നെ സഹിക്കാം. നീ എടുത്തോണ്ട് പോയത് എന്താണെന്ന് ഓർക്കുമ്പോ എന്റെ തല കറങ്ങുന്നടാ. അവര് തമ്മിൽ ശരിക്കും സ്നേഹമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലത്. മായേ, മായ മോളെ. ശിവൻകുട്ടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നാരായണൻകുട്ടി. എവിടാ ഇപ്പൊ ഒന്ന് തിരയുക? ഇപ്പൊ മനസ്സിലായ? ഇന്നലെ രാത്രി കിട്ടിയ ഈ മേഘ സന്ദേശം ആ കള്ളൻ എഴുതിയതാ. മുൻവശത്ത് വാതിൽ തുറക്കാൻ അവൻ കാത്തിരിക്കുന്നു. ഞാൻ ഈ പാവത്തിന് വെറുതെ സംശയിച്ച് തല്ലിച്ചേട്ടാ. ഞാനും ആ വിശാലത്തിനെ വെറുതെ ചവിട്ടി. ഏട്ടനും ഏട്ടത്തെയും കൂടെ ശിവൻകുട്ടിയെ വെച്ച് കള്ളക്കളി കളിച്ച് മായയെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അത് ഈ വീട്ടിൽ നടക്കില്ല. അയ്യോ, എന്റെ കമലാക്ഷേത്ര കളിയാൻ വിവരറിയോ? ഞാനിത് മുത്തച്ഛനോട് പറയും. അയ്യോ, എന്റെ കുഞ്ഞിനെ തള്ളി. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരം നിങ്ങൾ കാണിക്കുന്നത്? അന്തസ്സും ആഭിജാത്യമുള്ളൊരു തറവാടല്ലേ അത്? ബുദ്ധിയുള്ള ആണുങ്ങളല്ലേ നിങ്ങളൊക്കെ? തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി മുത്തച്ഛനോട് സത്യം പറഞ്ഞ് മായയെ കണ്ടുപിടിക്കാൻ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലി ആർക്കാ അതിന്റെ നാണക്കേട്? മുത്തച്ഛനോട് പറയണോ വേണ്ടയോ എന്ന് ആദ്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേ. രണ്ടായാലും നിങ്ങൾക്ക് ദോഷം വരരുത്. അതിനിടയ്ക്ക് അവളെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. എന്താ എല്ലാരും ശവം പോലെ നിക്കണേ? മായ എവിടെ? മായ അവളെ അമ്പലത്തിൽ പോയച്ചാ. അവിടെ സപ്താഹമായന നടക്കല്ലേ? എന്നാ പിന്നെ അത് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് അവളെ വിളിക്കുന്നു. അച്ഛൻകുട്ടി, എന്താ അച്ഛാ? നിന്റെ മകൻ എന്റെ പേഴ്സിൽ ഇന്നലെ രാത്രി കുറച്ച് പൈസ മോട്ടിച്ചിട്ടുണ്ട്. അത് നിന്റെ കണക്കിലോട്ട് എഴുതിയേ. എന്നിട്ട് അവന്റെ 2 മുട്ടുകാലും തല്ലി ഒടിച്ചേക്ക്. ശിവൻകുട്ടിയേട്ട എന്തിനാ അങ്ങനെ ഒരു കത്തെഴുതി വെച്ചത്? ഒരു കാര്യം തീർച്ച, അവൻ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ നാട് വിട്ടിട്ടുണ്ട്. ആ എഴുത്ത് വായിച്ചത് നീയാണെന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. മുത്തച്ഛനാണെങ്കിൽ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. അവർക്കതൊട്ട് പറയാൻ ധൈര്യവും ഇല്ല. ഈശ്വര, മുത്തച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നമാവും. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ബഹളം നടക്കുമ്പോ നീ അങ്ങോട്ട് ചെല്ലണ്ട. ഒരുപക്ഷേ നമുക്കിതൊരു സഹായമാവും. നീ ധൈര്യമായിട്ടിരിക്കേ. ദാസനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ചെറിയച്ഛൻ ചാച്ചിയുടെ ചെറിയച്ഛൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞിനെ കഴിക്കാം. ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വന്നേ. അയ്യേ, അതൊന്നും ശരിയാവില്ല. എന്റെ വൈഫ് സമ്മതിക്കില്ല. ഞങ്ങൾ ഡോക്ടറിന്റെ കാല് പിടിക്കാം. മായയെ കണ്ടില്ലെങ്കിൽ അച്ഛൻ ആകെ പ്രശ്നമാവും. മായ അമ്പലത്തിൽ പോയി എന്റെ പെണ്ണുകൾ നുണ പറഞ്ഞതാ. അച്ഛൻ മായ അന്വേഷിച്ച് അമ്പലത്തിൽ പോയിരിക്കുക. അവിടെ ഒരു സപ്താഹവും ഒരു പുല്ലുമില്ല.
എന്തെങ്കിലും ഒരു കള്ളക്കളി കളിച്ചില്ലെങ്കിൽ ഇപ്പൊ ആകെ പ്രശ്നമാവുന്നേ. കുറച്ചേരത്തേക്ക് മതി. നിന്നോട് പറഞ്ഞില്ലേ കയ്യിന്ന് വിടാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവളെ അങ്ങോട്ട് അയക്കുന്നത്? ഞങ്ങളുണ്ട്. മാനസേശ്വരിയുടെ മേത്ത് ഒരു തരി മണ്ണ് വീഴാതെ ഞങ്ങൾ നോക്കാം. ആ നീ പോയി മായയുടെ സാരി ബ്ലൗസും വേഗം എടുത്തിട്ട് വാ. ഡോക്ടർ സമ്മതിക്കും. ചെല്ല്, സമ്മതിക്കും. അതിന് അവൾക്ക് ആകെ 5-10 മലയാളമാക്കി അറിയൂ. മാത്രമല്ല പരമാനന്ദിക്ക് അത് ഇഷ്ടാവില്ല. ഓ കലാട്ട വിലാട്ടൊക്കെ കാരണം ഡോക്ടർ ജി കുछ മുസ്കുരാകത്ത് പോകയാ അതെ അതെ. പരമാനന്ദം സമ്മതിച്ചില്ല. എനിക്ക് അവളോട് ചോദിക്കണം. ഉപേക്ഷിക്കരുത്. ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണം. ദൈവാനുഗ്രഹം ഉണ്ടാകും. എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എനിക്കൊന്ന് ആലോചിക്കണം. തുടരുത് ആലോചിക്കട്ടെ. പിടികിട്ടിയ അവളെ മായയെ പോലെ വേഷം കെട്ടിച്ച് മുത്തച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. അത്രയല്ലേ ഉള്ളൂ. അതെ. അത് ഞാൻ ചെയ്യാം. നിങ്ങൾ ഓർത്തിട്ടൊന്നുമല്ല, ഒരു പ്രായമായ മനുഷ്യന്റെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഞാൻ പറഞ്ഞ അവള് കേക്കും. പക്ഷേ ഒരു കാര്യം, അനാവശ്യമായിട്ട് ആരെങ്കിലും അവളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഈച്ച ആ ഭാഗത്ത് പറക്കില്ല. അതിരിക്കട്ടെ, അവൾ അവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെയാ മാമ ഉണ്ണുന്നത്? എന്റെ കുഞ്ഞിനെ ആര് നോക്കും? ഊണ് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാം. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഡോക്ടറെ കൂടെ ഞങ്ങൾ മുഴുവനുണ്ടാവും. അപ്പൊ എന്താ വേണ്ടത്? മാനസേശ്വരി മായയായി അമ്പലത്തിൽ പോയി മുത്തച്ഛനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം. അത്രയല്ലേ ഉള്ളൂ. ആദ്യം ഞാൻ ഏറ്റു. പക്ഷെ അതുവരെ എന്റെ കുഞ്ഞിനാര് മുല കൊടുക്കും? എല്ലാരും ഊണ് കഴിച്ചു, ഞങ്ങളും കഴിച്ചു. ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ. വിളമ്പട്ടെ? വേണ്ട, എനിക്ക് വിശപ്പില്ല. അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഞാനും കഴിക്കുന്നില്ല. എന്നാ ഞാനും കഴിക്കണില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും കഴിച്ചു എന്ന് പറഞ്ഞതോ? അത് കുട്ടികൾ കഴിച്ചപ്പോ ഞാൻ ആ ഇലയിൽ ഒരു ഇത്തിരി വാരി കഴിച്ചതാ. അച്ഛന് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നീയോ? ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ. ആകെ 713 ഇലയിട്ടു. പായസം തികഞ്ഞില്ല. രണ്ടാമത് ഉണ്ടാക്കി. സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ്. അനാഥ മന്ദിരത്തിലേക്ക് ഒരു ചാക്ക അരിയും 140 ഊണും ഞാൻ കൊടുത്തയച്ചു. അതെപ്പോ? അത് നീ അവിടെ ഇന്ന് ഉരുട്ടി വിഴുങ്ങുമ്പോ. പിന്നെ അച്ഛാ, പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി. അതിന് എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനങ്ങളുടെ വിലയാ ഭയങ്കരം. കേട്ടാ ഒരാളും വിശ്വസിക്കില്ല. സാരമില്ല, ഞാൻ വിശ്വസിച്ചോളും. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കത്തെടുത്ത് അപ്പുറത്തെങ്ങാനും കൊണ്ടുവെക്ക്. ഇവരുടെ ഈ കരച്ചിൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല. എനിക്കറിയാം, പായമോള് വരാത്തതിന് അച്ഛൻ എന്നോടാ ദേഷ്യം. ഞാൻ എന്ത് പറ്റാ ചെയ്തത്? എന്റെ കൂടെ പുറത്തെ നീ എന്തിനാ ഇങ്ങനെ കരയണേ? നീ കരയണ കാണുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കേട്ടില്ലേ വെച്ചിട്ടാ? എന്താ? എനിക്ക് അല്പം സ്വസ്ഥത തരുമോ? മുത്തച്ഛ, ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, അവൾ പുറപ്പെട്ടിട്ടില്ല. ഇതാ കമ്പി വന്നിട്ടുണ്ട്. അവൾക്ക് അവിടെ എന്തോ ജോലി തിരക്കാണത്രേ. കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മായ ഇഷ്ടമാണ്. മായയ്ക്ക് എന്നെയും ഇഷ്ടമാകണം. ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് സകല ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത് അവളെ കാണാൻ മുത്തച്ഛന് എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെ കാണുന്ന എന്റെ നേരെ വന്നാൽ പലരും കടിച്ചു തിന്നാൻ നേരത്തെ വായി പല്ല് കാണത്തില്ല. ഇറങ്ങിപ്പോയോ പിന്നെ? എന്തോ മോനെ? മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. അത്രേ ഉള്ളൂ. മായമോള് വരില്ലേടാ ശിവൻകുട്ടി? മായ വരാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല. കമ്പിയിൽ പിന്നെ എന്താണ് അവളെ എഴുതിയിരിക്കുന്നത്? 1 കിലോ ചെമ്പ് കമ്പ് ഈ ചെറിയ മാവന്റെ തലയിൽ കെട്ടിവെച്ച് ബോംബെയിലോട്ട് അയക്കാൻ പറഞ്ഞു. അവൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന്. മായ പിന്നെ ബോംബെയിൽ എന്തെടുക്കുക? ബോംബെയിൽ അവൾ എന്തെടുക്കണം? നിങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അങ്ങ് അകലെ എന്റെ മായ ബോംബെ നഗരത്തിൽ ഒരു മായാമോഹിനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കരയാടാ. എനിക്കിനി അവളെ കിട്ടില്ല അച്ഛാ. മായ മായ. അവിടെ ഉണ്ട്. എന്താണ് എന്റെ ഉദ്ദേശം? അല്ലേക്ക ഞാൻ ഈ ജാക്കി വെക്കാൻ വേണ്ടി. എന്നെക്കാൾ വലിയ ജാക്കി വെപ്പുകാരെ എനിക്കറിയാം. നീ എനിക്ക് ഇട്ട് വെക്കരുത്.
അല്ലേക്ക സത്യത്തിൽ ഞാനിന്ന് നേരത്തെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. നേരോ? എന്നിട്ട് വന്നപ്പോ വൈകി പോയി. ആ ഇതന്നെയല്ലേ സ്ഥിരമായിട്ട് കേൾക്കുന്നേ. എന്നാ ഞാനൊരു കാര്യം ചെയ്താലോ? ആ. പോയിട്ട് നാളെ നേരത്തെ വന്നാലോ? അതെയോ? നേരെ പോയിട്ട് ചോട്ട് പോയി പണിയെടുക്കണം. ശരി പോ. അല്ല പിന്നെ ഓരോന്ന് ഈ രണ്ട് ജാതിയാണ്. മനോന്തിയെ എന്ത്? അതാ ഞാനും ചോദിച്ചേ. മനോന്തിയെ ഡാ മനു. എന്ത്? സുധി ഉള്ളുപോ. എന്റെ സുധി പഠിത്തവനോർത്ത് നീ ഒന്ന് പോ. എന്റെ ഇക്ക ഞാൻ അവനെ വിളിച്ചോണ്ട് പോകാൻ വന്നതല്ല. പിന്നെ അവൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതേടാ ഈ പിന്നെ നോക്കി എന്റെ ഇക്ക ഞാൻ പോണില്ല. ആ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ അവനോട്. അതൊന്നും പിടി. ഇതെന്തിനാ? ഒന്നുമില്ല, നിങ്ങൾ രണ്ടാളും നടത്തിക്കോളെ, ഞാൻ പോയിക്കോളാം. നീ എന്താ കാലത്ത് ടീച്ചറെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരാഞ്ഞേ? നിന്റെ വീട്ടിലേക്ക് ആ. ഞാൻ നിന്റെ ഭാര്യയുടെ വായിലിരിക്കണേക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ സുധി നീ ഒന്ന് പോയിക്കോ, അവനിവിടെ പണിയുള്ളതാ. ആ പോവാണ് ഇക്ക. ഓ അവളാ ആരാ? എന്റെ പൊണ്ടാട്ടി അല്ലാതെ ആരാ? ഇതാ മെസ്സേജും വന്നു. സുധിയോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു, നമുക്ക് പിരിയാന്ന്. ഇതുപോലെ 10-20 മെസ്സേജ് വേറെയും കിടക്കുന്നുണ്ട്. എപ്പോ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും അപ്പൊ ഇതുപോലത്തെ മെസ്സേജ് അവൾ അയക്കും. അവളാ ഞാനുണ്ടല്ലോ. അല്ല നീ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞെന്തിനാ? എടാ അതെ വേറെ അല്ല ഈ എടാ മനു. ഓ ഈ ഇക്കാന്റെ ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല. നീ എന്തീ കാണിക്കണത്? എന്തേ? എടാ അത് ഇക്കടെ നിക്കറാണത്. ഇതാ നീ അതവിടെ ഇട്ടേ. നീ വേഗം ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ് ഇവിടെ ആകെ ബഹളമായിരിക്കും. നമുക്ക് വൈകുന്നേരം മില്ലിൽ വെച്ച് കാണാം. എന്താണ് അവനോട് പോണില്ലേ? ഓ എന്തൊരാത്മാർത്ഥത. മതി എനിക്ക് ഈ ജീവിതം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഫോൺ വിളിച്ചാരും എടുക്കത്തുമില്ല. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കോ അതുമില്ല. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്റെ അപ്പച്ചൻ എന്നെ എടുത്തോണ്ട് നിൽക്കുന്ന നല്ലൊരു ഫോട്ടോ ആയിരുന്നു അത്. സുധി അല്ലാണ്ട് ഈ വീട്ടിൽ വേറെ ആരെടുക്കാനത്? സുധി തന്നെ അതെടുത്ത് കളഞ്ഞിരിക്കുന്നെ. ഇനി അങ്ങനെ ഒരു ഫോട്ടോ എവിടെ നിന്ന് കിട്ടാ? അയ്യോ എന്റെ മോള്. ശോ. സുധി ആ ഇവിടെ ഉണ്ട്. ഇങ്ങ് പോരെ. ഓ ആൻസി ഇവിടെ ഇരിക്കുക. അച്ഛന്റെ പാപ്പ പാപ്പ നിന്നാ. ചെല്ല് ചെല്ല്, ചെന്ന് പിണക്കം മാറ്റ്. എന്താടി പെട്ടിയും വേഗം കെട്ടിപ്പോഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നോടൊപ്പമുള്ള ജീവിതം മതിയാക്കി ഇറങ്ങിയതാണോ വീട്ടിൽ നിന്ന്? ആ അതെ. എന്നിട്ട് എന്താണ് നിന്റെ വീട്ടിൽ പോകാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ ഇറങ്ങിയത്. ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്റെ പൊന്നു ടീച്ചറെ, പോണോരങ്ങോട്ട് പോവില്ലായിരുന്നോ? സുധി, നീ ആൻസിയുടെ അപ്പച്ചനും കൂടി നിൽക്കുന്ന ഫോട്ടോ എങ്ങാനും എടുത്തു കളഞ്ഞു. ഞാനോ? അല്ല ഞാൻ ഒന്നും അറിയാൻ പാടാത്ത പോലെ ചോദിക്കുന്ന കണ്ടില്ലേ? കണ്ടോ ടീച്ചറെ, സുധി തന്നെ അത് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. സുധിക്ക് എന്റെ അപ്പച്ചനെ സുധിനെ കണ്ണെടുത്താ കണ്ടൂടാ. അപ്പച്ചനോടുള്ള ദേഷ്യത്തിന് സുധി എടുത്ത് കളഞ്ഞതാ. എടീ എനിക്ക് നിന്റെ അപ്പച്ചനെയല്ല, നിന്റെ അപ്പച്ചനാ കണ്ണെടുത്ത് എന്നെ കൊണ്ടുവിടത്ത്. എന്റെ ടീച്ചറെ ഇവളുടെ തലയ്ക്ക് വട്ടാ. ആ ഫോട്ടോ ഞാൻ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. താഴെ വീണ് കിടക്കണ കണ്ടപ്പോ കൊച്ചെടുത്ത് കീറിക്കളയണ്ടല്ലോ എന്ന് കരുതി അലമാരിലെ ഡയറിക്കുള്ളിൽ എടുത്തു വെച്ചു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അല്ല അതെനിക്കറിയാമായിരുന്നു. ഞങ്ങൾ പോട്ടെ ടീച്ചറെ. വാടാ മോളെ. വാ സുധിയേട്ടാ നമുക്ക് പോവാം. ആ ബാഗ് എടുത്തോട്ടോ. പോട്ടെ ടീച്ചറെ. എനിക്കിപ്പോ അറിയണം അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതുമാധവൻ. അവനെന്താ ഈ വീട്ടുകാര്യം? നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ. ആ സേതുമാധവനാ മായ കെട്ടാൻ പോന്നെ. ഒരു ഗണേതമാധവനും അവളെ കെട്ടാൻ പോണില്ല. കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കണമെന്ന് ഓർമ്മിച്ചോ. ആഹാ ഗണേതമാധവൻ. ഇവന്റെ 2 പല്ലിളകി, ചെവിക്ക് നീരും വന്നിട്ടുണ്ട്.
എന്റെ കുഞ്ഞിനെ എങ്ങനെ തല്ലിക്കൊല്ലാൻ അച്ഛൻ എപ്പോഴാ ഗോവിന്ദൻ കുട്ടിക്ക് അധികാരം കൊടുത്തത്? വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും. അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചുകളാ. ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക്. ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം. മനസ്സിലായോ? ഇനി എല്ലാരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം. ഗോവിന്ദൻകുട്ടി മായയ്ക്ക് കൊണ്ടുവന്ന ആലോചന ഞാൻ അങ്ങ് നടത്താൻ പോവാ. അവള് വന്ന ഉടനെ ഞാൻ എന്റെ വിൽപത്രവും എഴുതും. വിശദമായിട്ട് ഇനിയൊന്നും എഴുതാനില്ല. ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു. ഇത്രയും സ്വത്ത് കിട്ടിയിട്ട് ആ പാവം കുട്ടി എന്ത് ചെയ്യാനാച്ചാ? അവളത് കെട്ടിപ്പൊറിഞ്ഞ് ബോംബെക്ക് കൊണ്ടുപോക്കോട്ടെ. അവിടെ താമസിക്കാൻ തീരെ സ്ഥലം കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നു. അയ്യോ എന്റെ അച്ഛൻ പോയേ അച്ഛാ. അതെ, കൃത്യം 7 സെക്കൻഡോടെ മൂപ്പിലാർ താഴത്തെത്തിയെന്നാണ് അളിയന്മാര് പറയുന്നത്. അത് ഞാനും കണ്ടതല്ലേ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. ആ കോവണി തീർത്ത് ഒറ്റ തടിയില. അതാകെ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി. അതാ എനിക്ക് സങ്കടം. ഇത് കേട്ടാ തോന്നുന്നു മൂപ്പിലാരുണ്ടാക്കിയ രട്ടത്തടിയിലാണെന്ന്. മൂപ്പൊരു ഒറ്റത്തടിയാണ് സഹദേവ. അല്ല, ദുബായ് ഫ്ലൈറ്റ് ഒന്ന് നേരത്താണല്ലോ പഠിച്ചോനെ. ചതിച്ചല്ലേ മക്കളൊന്നും മാറി. അല്ല ചേട്ടാ, കോയക്ക് എന്താ ഇവിടെ ബിസിനസ്? അവരൊക്കെ വലിയ പൊസിഷനിലല്ലേ. ഈ ബിസ്ക്കറ്റിന്റെ ഏജൻസിയാ. കരിപ്പൂർ എയർപോർട്ടില്ലേ, അതാ ഇവന്റെയൊക്കെ തറവാട്. ചെറിയ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ മായയെ വിവരം അറിയിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശിവൻകുട്ടി. ആരാ നിന്റെ നാട്ടിലൊരു വാസുണ്ണി? ചെറിയമ്മയുടെ മോനാ. എന്തേ, അവനെന്തെങ്കിലും പറ്റിയോ? അവനൊന്നും പറ്റിയിട്ടില്ല. അവന്റെ വക നിനക്കൊരു ടെലഗ്രാം വന്നിട്ടുണ്ട്. ഡിയറസ്റ്റ് മായ, മുത്തച്ഛൻ ബിക്കെയിം ഡെഡ് ബോഡി. വാസുണ്ണി വെയിറ്റിംഗ് ഫോർ മായ. എന്റെ ഈശ്വര, എന്റെ മുത്തച്ഛൻ എന്ത് പറ്റി? മുത്തച്ഛൻ വിധയും ഡെഡ് ബോഡി എന്ന് വെച്ചാ മുത്തച്ഛൻ മടിയായി. അതായത് മുത്തച്ഛൻ മരിച്ചു. അയ്യോ, എന്റെ മുത്തച്ഛൻ. എനിക്ക് മുത്തച്ഛനെ കാണണം. എനിക്ക് ഇപ്പൊ പോണം. നീ കിടന്ന് വെള്ളം വെക്കാതെ. മുത്തച്ഛനല്ല, ഏത് ദേവേന്ദ്രനായാലും ജനിച്ച ഒരു ദിവസം വടിയാവൂലേ? നമുക്ക് അങ്ങോട്ട് പോവാൻ ചെയ്യട്ടെ. ഉടനെ പോവാം. നമ്മളെ രണ്ടാളെ ഒന്നിച്ച് കണ്ട വടിയായ മുത്തച്ഛൻ നരിയാവുന്നു നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അതിന് സാറിനെ മോളെ ആരും കാണാൻ പോരെ. സാറും ചേച്ചിയും കുഞ്ഞും അവിടെ എത്തുന്നു, ചേച്ചി മാത്രം അവിടെ ഉള്ളവർ കാണുന്നു. അങ്ങനെ നോക്കുന്നു ചിന്തിച്ചു. അതെ, അങ്ങനെ മതി. എനിക്കൊന്ന് മുത്തച്ഛനെ കണ്ടാ മതി. സാർ എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ജീവിതാവസാനം വരെ മനസ്സിൽ ഇങ്ങനെ കിടന്നു പൊരി. നമ്മൾ എങ്ങനെ നടന്ന് പോവാ? സമയത്തിന് ഇവിടെ എത്തണമെങ്കിൽ വല്ല വിമാനത്തിലും കയറി പറക്കണം. എന്നാ നീയുമ്പോ നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇവളില്ലാതെ മോളെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ അവിടെ എന്ത് ചെയ്യാന്? അത് ഞാൻ ഏറ്റു. സാറിന്റെയും ചേച്ചിയുടെയും കൂടെ ഏത് അന്റാർട്ടിക്ക വേണമെങ്കിലും ഞാൻ വരാം. നമുക്ക് 3 പേർക്കും ഓരോ ഫുൾ ടിക്കറ്റും മോൾക്കൊരു കുട്ടി ടിക്കറ്റും എടുത്ത് നമ്മൾ ഇപ്പൊ കേരളത്തിലേക്ക് പറഞ്ഞാൽ എന്റെ ഉള്ള ബാങ്ക് ബാലൻസും പറക്കുമല്ലോ കൃഷ്ണ. ഈ മുത്തച്ഛന് മരിക്കാൻ കണ്ടൊരു നേരം. പോവാം. ബാങ്ക് പൊളിഞ്ഞാലും ശരി, നമുക്ക് പോവാം. ചേച്ചി കരച്ചിലെടുത്ത് നമ്മളത് പറക്കായി. വാസുണ്ണി, എന്റെ 2 കാലും അവിടെ തന്നെ ഉണ്ടോടാ? കാലൊക്കെ അങ്ങോട്ട് വീർത്ത് നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. അവിടെ എന്താടാ ഒരു ബഹളം കേൾക്കുന്നത്? അത് അച്ഛനും അമ്മയും എല്ലാരും കൂടി താഴ്ത്തിരുന്ന് മുത്തച്ഛൻ അഥവാ മരിച്ച ഏത് മാവാ മുറിക്കേണ്ടെന്ന് ചർച്ച ചെയ്യാ. വല്യച്ഛന്റെ പറമ്പില് മാവ് വെട്ടാന്ന് പറഞ്ഞപ്പം വല്യമ്മാവൻ അച്ഛനോട് ചൂടായി. കഴിഞ്ഞ പ്രാവശ്യം അതിന് 2000 മാങ്ങ കിട്ടിയിത്രേ. എന്നിട്ട് ഏത് മാവാടാ മുറിക്കുന്നേ? അമ്മയുടെ പറമ്പിലെ ആ ഉണക്കമാവ്. മുത്തച്ഛൻ മരിച്ചാൽ അത് അമ്മ എല്ലാവർക്കും കൂടി വിൽക്കും. അത് വെട്ടി മുറിച്ച് മുത്തച്ഛനെ. മതി, നിർത്താ. ഞാനൊന്ന് വീണു എന്നും പറഞ്ഞു ഓരോരുത്തര്.
നീ മായയ്ക്ക് ആരും അറിയാതെ കമ്പി അടിച്ചോടാ. അടിച്ചു മുത്തച്ഛ, മായ ചേച്ചി എന്തായാലും എത്തും. അതെന്താടാ നിനക്ക് അത്രയും ഉറപ്പ്? മുത്തച്ഛൻ മരിച്ചോ ഞാൻ കമ്പി അടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. തലവര് പറയുന്നതിലും കാര്യമുണ്ട്. ഈ തൊഴിൽ നമ്മുടെ ചോറ. നമ്മൾ ആ പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഏതായാലും ഈ ജുഹു ബീച്ചിൽ അവൾ വരാതിരിക്കില്ല. അതവളല്ലേ? അതെ അതെ, പട്ടം പിടിച്ചോളാം. നേര് പറഞ്ഞ ഈശ്വരനെ നിങ്ങൾ എന്റെ അടുത്ത് എത്തിച്ചത്. ഓപ്പറേഷനും കഴിഞ്ഞ് ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അതും തൊട്ടടുത്ത വാർഡില്. തലയിപ്പ് എങ്ങനെയുണ്ട്? ആകെ പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാ മതി, തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാനും കഴിയുന്നില്ല. ഇതെങ്ങനെയാ മൂന്നാളും ഒരേ സമയത്ത് തലകുത്തി വീണത്? സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത്. പാവം ഇവൻ പറയുന്നതേ, ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ബിൽഡിങ്ങിന് മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി വീണതാ. ഇവരെന്താ സാറേ പറയണത്? എന്തു പറയാനടാ ദാസ, നമ്മൾ മലയാളികൾ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. ഇതാ കണ്ടില്ലേ, ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീണ് തല മൂന്നും ഫ്യൂസായി. നാട്ടിലുള്ളവർ ഇതുവല്ല അറിയുന്നുണ്ടോ? ഒക്കെ വിധി. ഇതാ പിടി റാണി. കുറച്ച് വേണ്ട, കുറച്ച് വരുന്നു. നീ എന്തീ കാണിക്കുന്നേ? ജീവിതത്തിൽ ഇന്നേവരെ ചിക്കൻ കാല് കാണാത്ത പോലെ. ചിക്കൻ കാലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ദേ അതുപോലത്തെ ഒരു കാല് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്റെ ഈശ്വര, കാല് കൊള്ളാലേ. കൊള്ളാം. ഒരല്പം മൂപ്പ് കൂടുതലാണോ എന്നൊരു സംശയം. കടിച്ചിട്ടങ്ങ് മുറിയണില്ല. നല്ല മൂപ്പ. അയ്യോ. നീ ഇപ്പോഴാ പെണ്ണെ തന്നെ നോക്കിക്കൊണ്ടിരിക്ക? അതല്ലടാ. ഏത്? അവളൊന്നും മുഖത്തേക്ക് പോലും നോക്കണില്ലല്ലോ. അതെ, കുറച്ച് നേരമായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു കുട്ടി അല്ല അത്. അതിന് ചേട്ടനെ എങ്ങനെ അറിയാം? ചേട്ടന്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഉള്ള കുട്ടി അങ്ങനെ ആണത്? ആണെങ്കിൽ അല്ലല്ലോ. അല്ലേ? എന്റെ ആരും അല്ല. എന്നാ ചേട്ടൻ കേട്ടോ, ഇവളല്ല, ഇവളുടെ അപ്പുറത്തവള വരെ ഞങ്ങൾ വളച്ചിട്ടുണ്ട്. താനോ? ഞാനല്ല, എന്റെ ഇപ്പുറത്തിരിക്കണ എന്റെ കൂട്ടുകാരൻ. ഭയങ്കര റൊമാൻറ്റിക് ആണ് ഇവൻ. ചേട്ടനറിയോ, ഇവനൊരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുകയോ ഒന്ന് കണ്ണിറുക്കുകയോ ചെയ്താൽ ആ പെണ്ണ് ഇവന്റെ വലയിൽ വീണിരിക്കും. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വരെ ഇവന്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നുള്ള ചരിത്രമുണ്ട്. എന്താടാ, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ, ആ ചേട്ടൻ വിചാരിക്കണതേ നമ്മളിത് ആ പെണ്ണിനെ വളക്കാനിരിക്കണെന്നാ. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലാതില്ല. പക്ഷെ എങ്ങനെ? എനിക്കും. പക്ഷെ എങ്ങനെ? അവൾ ഈ ചുറ്റുപാടും നോക്കണ പോലുമില്ല. അവള് നോക്കൂല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ശരിയാക്കി തരാം. 1, 2, 3. What nonsense are you doing? അതിന് ഞാൻ എന്ത് ചെയ്തു? താനൊന്നും ചെയ്തില്ലേ? താനല്ലേ ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചി കഷ്ണം വലിച്ചത്? ഞാനോ? നീ അനാവശ്യം പറയരുത്. തന്റെ നോട്ടം കണ്ടാ അറിയാം, താൻ തന്നെയാ ചെയ്തത്. അയ്യോ, എന്റെ ചേച്ചിമാര് ഇവനോ ഞാനോ ഒന്നും അല്ലാതെ ചെയ്തത്. ഇയാൾ തന്നെയാ ചെയ്തത്. കുട്ടി കരുതുന്ന പോലെ ഇയാളല്ല ചെയ്തത്. ഞാൻ കണ്ടതാ, ഇവനാ ഡെസ്കിന്റെ അടി കൂടെ ഇറച്ചി കഷ്ണം കൊടുത്ത് ആ കുട്ടിയുടെ ദേഹത്തേക്ക് എറിയുന്നത്. ചേട്ടാ വെറുതെ അനാവശ്യം പറയരുത്. സത്യം പറയടാ, നീ എങ്ങനെയാണോ? എടാ, അത് ഞാൻ അതെ, എന്താ പ്രശ്നം? ഇതൊരു കല്യാണ വീടല്ലേ?
നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇയാൾ ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചി കഷ്ണം എടുത്തിട്ടു. അയ്യോ സത്യമായിട്ട് ഞാനല്ല. അതെ അതെ, കുട്ടി ഏതാ? സിംഗപ്പൂരിലെ ഇമാനുവലിന്റെ മോളോ? ഓ, സിംഗപ്പൂരിൽ നിന്ന് വന്ന മാനുവലിന്റെ മോളാണല്ലേ. എന്താ മിസ്റ്റർ ഇത്? നിങ്ങൾ ചെറുക്കൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അവർക്കല്ലേ അതിന്റെ മോശം? അല്ല നിങ്ങൾ ആരാണെന്നാ പറഞ്ഞത് കേട്ടോ, ചെറുക്കന്റെ ആൾക്കാർ. ചെക്കൻ്റെ ആക്കാനോ? ഞാൻ ചെറുക്കൻ്റെ അപ്പന. നിങ്ങളെ മനസ്സിലായില്ല? അല്ല ഈ ചെറുക്കന്റെ ആൾക്കാരെന്ന് പറഞ്ഞ ഞങ്ങൾ ഈ പെണ്ണിന്റെ ആൾക്കാരായിട്ട് വരും. പെണ്ണിന്റെ ആര്? ഞാൻ പെണ്ണിന്റെ അപ്പന. പെണ്ണിന്റെ ആരാണെന്നാ ചോദിച്ചത്? അല്ല അത് പിന്നെ ഈ പെണ്ണിന്റെ ഈ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ്. എന്താ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. എന്നാലും ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ച ഒട്ടും ശരിയായില്ല കേട്ടോ. നല്ല വിഷമമുണ്ട്. അതെ, ഒട്ടും ശരിയായില്ല. നിങ്ങൾ എങ്ങനെ പോകാൻ വരട്ടെ? മോളെ ഒന്നിങ്ങി വന്നേ. അവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം തീരുമാനിക്കാൻ കാര്യങ്ങൾ. മൊത്തം കൊള്ളാമെന്ന് തോന്നണേ. ആ പെണ്ണും ചെക്കനും വരുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടേ പറ്റൂ. മോളെ, നിനക്ക് ഇവരെ അറിയോ? നിന്റെ ഫ്രണ്ട്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, എനിക്കറിയില്ല. എടീ വഞ്ചകി, നിനക്ക് ഞങ്ങൾ അറിയില്ലല്ലേ? ഇന്നൊരുത്തൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ നിനക്ക് ഞങ്ങൾ ആരുമല്ലാതായി. എന്നറിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്തിനു ഇവനറിയില്ലെന്ന് നീ പറഞ്ഞ ദൈവം പോലും നിന്നോട് പൊറുക്കില്ലടി, പൊറുക്കില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണ് അപ്പൊ ഇതൊക്കെ? നിർത്തണേ നിന്റെ അവനെ. 5-6 കൊല്ലം ഈ നിക്കണ എന്റെ പാവം കൂട്ടുകാരനെ സ്നേഹിച്ച് നടന്നിട്ട് നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയും. 5-6 കൊല്ലം ഇവനെ സ്നേഹിച്ച് നടന്നിട്ട് അവസാനം ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞ് നീ വന്നപ്പോ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ ദേഷ്യത്തിന്, ആ വാശിക്കല്ലടി ഈ മണഗുണ 5 പെട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചത്. ഇപ്പൊ നിനക്ക് ഇവനെ അറിയില്ലല്ലേ? മനു, നിനക്ക് പ്രാന്തായ? എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. അനാവശ്യമാണോ അല്ലേന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാടോ. എന്നാ നീ തെളിയിക്കണ? ഞാനല്ല. നിങ്ങളൊരു ശുദ്ധ മനസ്സിലുടമയാണ്. അയ്യോ അതെപ്പോഴായിരുന്നു? നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല. അത് പാടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് തരാം. മനു, നീ എന്ത് പെണ്ണാക്ക് തെളിവ് കൊടുക്കാൻ പോണത്? ഞാൻ ആ തെളിവ് കൊടുക്കും. എന്ത് തെളിവ്? കല്യാണ പെണ്ണിന്റെ വലത്തെ മുട്ടുകാലിന് മുകളിൽ ഒരു ചെറിയ കറുത്ത മറുകുണ്ട്. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞമായിരിക്കും? ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനോടും യാതൊരു രഹസ്യവും മറച്ചു വെക്കാറില്ല. അതാണ് സൗഹൃദം. സംശയം ഉണ്ടെങ്കിൽ ചെക്കൻ്റെ അമ്മന് പൊക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ട് കാര്യം. ये क्या बकवास है? ये 2-3 बंडल के लिए इतना बड़ा बक्सा क्यों लेके आए? बाकी पैसा किधर है? ഒരബദ്ധം പറ്റിപ്പോയി ഉസ്താദ്. ചരക്ക് വിഴുങ്ങിയ പാവക്കുട്ടിയെ ഇവിടെ വെച്ചൊരു പെൺകുട്ടി വിഴുങ്ങി. खा लिया? कैसे खा लिया? ऐसा कोई नहीं खा सकता. किसने खा लिया होगा? വിഴുങ്ങിയത് തന്റെ ഉപ്പാപ്പായിരിക്കും. ആ പെൺകുട്ടി അതെടുത്ത് പോക്കറ്റിൽ നമ്മൾ കണ്ടതല്ലേ? ബദ്മാഷ്, ക്യാ ബോലാ തൂനെ? ബദ്മാഷിന്റെ വാപ്പ. കച്ചവടമാണ്. കൊല്ലം 10-34 നമ്മൾ തുടങ്ങിയിട്ട്. അങ്ങനെ വിഴുങ്ങുന്ന സ്വഭാവമാണെങ്കിൽ ഈ നായിന്റെ അവന്റെ വാപ്പ നമ്മൾ വിഴുങ്ങിയത്. ഉസ്താദ് ക്ഷമിക്കേ, ആരും വിഴുങ്ങിയിട്ടൊന്നുമില്ല. ചരക്ക് തിരിച്ചെടുക്കാൻ എനിക്കറിയാം. ഉസ്താദിന് കാശല്ലേ വേണ്ടത്? കാശ് ഞാൻ തരും. തലവർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിന്റെ അടപ്പിയാൻ തെറിപ്പിച്ചനെ. ഈ ബിസിനസ്സിൽ ആദ്യമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അത് എന്നില്ലാതാവുന്നു അന്ന് പരിപാടി നിർത്തണം. കുഞ്ഞായൻ ബഹളം വെച്ചപ്പോ അവര് വെടിവെക്കുന്ന ഞാൻ വിചാരിച്ചേ. വെടിവെക്കാൻ തോക്കിനകത്ത് ഉണ്ട മാത്രം ഉണ്ടായ പോരാ, മനസ്സിനകത്ത് ഉണ്ട വേണം. അതെന്തുണ്ടാ? ആ ഉണ്ടേന്റെ പേരാണ് ധൈര്യം. നമ്മളൊക്കെ വെടിവെക്കണമെങ്കിലേ അവനൊക്കെ ഒന്നുകൂടി ജനിക്കണം. അവനൊക്കെ ഇനി ജനിച്ചത് നമ്മളിവിടെ കാണുമോ? നിങ്ങളെന്ത് മണ്ടത്തരായി പറയുന്നത്? അതല്ലേ നമുക്ക് ഞാൻ പറഞ്ഞത്. അവന് ഈ ജന്മം നമ്മളെ വെടിവെക്കാൻ പറ്റില്ലെന്ന്. ഇവൻ അവനൊക്കെ വലിയ ഹലോ, ഇതെന്താ ഇവിടെ? ഞങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല. പൊന്ന് സാറേ, നമ്മൾ ഒരുമിച്ചുള്ള ആശുപത്രി ഒന്ന് ചീട്ടടിച്ചത്. തലക്കടങ്ങിട്ട് 3 നാൾ കൂടെ ഒരുമിച്ച് ആശുപത്രി ഒന്ന് മറന്നോ? ഓ അത് ശരി. അന്ന് മുഖം ശരിക്കും കാണാത്തോണ്ട് ആളെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞായൻ. ഹലോ, ഇത് മുസ്തഫ. ഹലോ, ഇത് ആൽഫ്രഡ്. ഹലോ. എന്താ എല്ലാവരും കുടുംബത്തോടെ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ, അത് കഴിഞ്ഞു. സാറിന്റെ ഇവിടെ? എനിക്കൊരു ജീവിത പ്രശ്നമാണ്. ഒരു കസ്റ്റമറെ കാണാൻ വന്നാ. ഇതാരാ പോക്കറ്റിൽ തല പുറത്തിട്ട് നോക്കണത്? ഇതൊരു
പാവ. ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരാൾ സമ്മാനിച്ചതാ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് നല്ല തറവാടുത്തുള്ള പാവക്കുട്ടി ഇല്ല ഉസ്താദ? അതെ. കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, പല്ലിയത്താവും. ഇമാതിരി സാധനം കിട്ടാ ബുദ്ധി വളരും, അവര് നമ്മളെ പോലെ നല്ല മനുഷ്യരാവും. ഇതിനകത്തൊക്കെ കിളികളുണ്ടല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെനിക്ക് സമ്മാനിച്ചതാ. ഇതിനകത്ത് കുലുങ്ങുന്നത് മുഴുവനെ അവളുടെ ഹൃദയമിടിപ്പുകളാണത്രേ. അമ്മോ, എന്തായാലും ഹൃദയം നമ്മൾ തൊട്ട് അശുദ്ധമാക്കണില്ല. സാറ് തന്നെ പിടിച്ചാട്ടെ. പിന്നെ അത് താഴ്ത്തിനാളെ കൊണ്ടോണേ. ഈ ഹൃദയം എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ബേജാറ് പിടിച്ച സംഗതിയാ. നല്ല മനുഷ്യൻ, പാവം. പ്രേമിച്ച് ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നണം. ഞമ്മള് നമ്മുടെ വാപ്പായി പ്രേമിക്കുന്ന കാലത്ത് അന്നത്തെ പെൺകുട്ടികള് ഉറുമാലിന് നമ്മുടെ പേരെഴുതി അത്ര മുക്കി തരും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു പ്രാന്ത്, ഇമാതിരി പാവക്കുട്ടി പ്രാന്ത് നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. മുസ്തഫ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പാവക്കുട്ടിയല്ലേ? അതെ. അത് പിന്നെ കണ്ടറിഞ്ഞൂടെ? അല്ല, ഇടങ്ങേറായ പാവക്കുട്ടി സാറേ. തലവരെ, നമ്മളെ പാവക്കുട്ടി ഒരുത്തർ കീസെടുത്ത് പോലെ നമ്മളിപ്പൊ കണ്ട്. ആ പെണ്ണത് അയാൾക്ക് കൊടുത്ത് അവരൊന്ന് മുഹബത്ത് പോയി. അതിനകത്ത് രത്നങ്ങളുണ്ട് തലവരെ, കിലുക്കൻ ഞാനും കേട്ടതാ. അതെ, നമ്മളത് വാങ്ങി കുലുക്ക് നോക്കി സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. തുന്നിയ സ്ഥലത്ത് വേദന ഉണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു. വേദന വരുമ്പോ തടവി തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഡോക്ടർ ചോദിച്ചു. നമ്മളെന്തിനാ കള്ളം പറയുന്നു? ഉണ്ടെന്ന് ഞാനും പറഞ്ഞു. കണ്ടോ, അവളുടെ കയ്യിലാണ് നമ്മുടെ ചരക്കുണ്ടായിരുന്നത്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ആരോ കുത്തുകിട്ട് വീണത്. അത് ഇയാളാണ് തലവര് പറഞ്ഞു. ഇപ്പൊ വിശ്വാസമായോ? ഇപ്പൊ കുത്ത് നമ്മുടെ അഞ്ചത്തായി. അവർ രണ്ടാളും ആ കുത്തുകാരനുമായി. ചിന്തിക്കാനൊന്നുമില്ല. തലയൊരു പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അഹിംസ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. 9 ലക്ഷത്തിന്റെ രത്നങ്ങളാണ് ആ പാവയ്ക്കകത്തുള്ളത്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ അതെടുത്ത് തലവർക്ക് കൊടുക്കണോ? 3 വീതം വെച്ച് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറുന്ന വലിയ ബുദ്ധി. ഒരാളെ വേദനിപ്പിച്ച് നമ്മൾ എന്ത് സ്വർഗ്ഗമാണ് നേടാൻ പോകുന്നത്? കള്ളത്ര ഏതായാലും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവരോട് പോയി. ഇപ്പോഴെങ്കിലും രണ്ടുപേരെ ഒന്നിച്ചൊന്ന് കണ്ടല്ലോ. കണക്കൊക്കെ തീർന്നോ? ആ, ഏതാണ്ടൊക്കെ ഒന്ന് തീർപ്പായി. ശരിക്കും പറഞ്ഞ സിസ്റ്ററാണ് ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചത്. ഡോക്ടർ കുൽക്കർണിയെ പറ്റി പറഞ്ഞപ്പോ മുതല് സിസ്റ്റർ ഒരു പ്രസന്റേഷൻ തരണമെന്ന് ഇവിടുന്ന് പോയപ്പോ മുതൽ ഞാൻ വിചാരിക്കുന്നതാ. ഈ ഷോള് ഞാൻ വാങ്ങിയതാ. ഇത് ഞാനൊരു സമ്മാനമായി തന്ന സ്വീകരിക്കാൻ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടോ? സ്നേഹം കൊണ്ട് വരുന്നതല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങള് ഡോക്ടർ കുൽക്കർണിയെ കണ്ടു അല്ലേ? അയാൾ എത്രയോ ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ഭാര്യമാരൊക്കെ 4-5 കുട്ടികളെ പ്രസവിച്ചിട്ടുമുണ്ട്. പ്രസവം ഇവിടെ തന്നെ വേണം കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. എന്താ കുട്ടി ഇത്? കുൽക്കർണിയെ കാണാൻ വരുന്ന പലർക്കും സംഭവിക്കുന്നതായത്. അദ്ദേഹം പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല. സിബ് പാന്റിന്റെ വാതിലടക്ക്. എന്തേ? അതില്ല, കൊളുത്തുപോയി. അവരാ സിസ്റ്ററോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പാന്റ് അഴിക്കുന്നുണ്ട്. എന്തോ പരിശോധിക്കാൻ വേണ്ടി ആ സിസ്റ്ററുടെ മുറിയിലേക്ക് പോകുന്ന ലക്ഷണമുണ്ട്. അവനെ ഇവിടെ വെച്ച് പിടിക്കണോ അതോ പുറത്ത് വെച്ച് പിടിക്കണോ? ഇവിടെ നിന്ന് പിടിച്ചാൽ മതി. എന്നാലും നേരിട്ട് ഏറ്റുമുട്ടിയുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെയാണോ? അന്നും നമ്മുടെ മുഖം അവൻ കണ്ടിട്ടില്ല, ഇന്നും നമ്മുടെ മുഖം അവൻ കാണുന്നില്ല. എന്തേ? അവർ ആ നേഴ്സിന്റെ മുറിയിൽ കാണും. ഇഞ്ചക്ഷൻ റെഡിയാണോ? റെഡി. റെഡി.
जल्दी करो। ये ऑपरेशन करने वाला पेशेंट को इस कोने पे किसने छोड़ दिया? മുസ്തഫ, ഞാൻ പിന്നാപ്പറഞ്ഞത് അവനെ കെട്ടിപ്പിടിക്കണം. ഉടൻ നീ മുന്നാക്കം വന്ന് അവനെ ക്ലോറോഫോം മണപ്പിക്കണം. ബഹളം വെച്ചാൽ ആൽബർട്ടോ ഇഞ്ചക്ഷൻ കൊടുക്കണം. കറക്റ്റ്. എന്നിട്ടോ എന്നിട്ട് ഈ കെട്ടഴിച്ച് അവന്റെ തലയിൽ കെട്ടി സ്ട്രക്ചറിൽ കിടത്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാ പെണ്ണോ ഓളെ കാണാനില്ല. അയ്യോ അയ്യോ ഒരു കൈ സഹായത്തിന് 5-6 ഗുണ്ടകളെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അതിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നു. 1.5 കൊല്ലത്തെ ജയിൽ ശിക്ഷ ഒന്നും ഒരു പ്രശ്നമല്ല തലവരെ. അത് പിന്നെ സഹിക്കാം. ആ നേഴ്സ് തല ചൂടുകൾ ഒഴിച്ചു. അയ്യോ അതാ സഹിക്കാൻ വയ്യാത്ത. ഈ പറഞ്ഞത് കാര്യമൊന്നുമില്ല. നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞ് കാണാം. കുറെ കാലമായില്ലേ നിങ്ങൾ ലീവ് ചോദിക്കുന്നു. ഞാൻ 1.5 കൊല്ലം ലീവ് തന്നോന്ന് വിചാരിച്ചാ മതി. ഇതാ കൂട്ടത്തിൽ കൂട്ടില്ല. തിരിച്ചു വന്ന ലീവ് വരാനോളണം. ട്രാൻസ്ഫറിന്റെ കാര്യമില്ല പറഞ്ഞോ. അവനെ ആളുമാറി തല ഓപ്പറേറ്റ് ചെയ്തു പോയി. ഇനി അവനെ നോക്കണ്ട മക്കളെ. കാറ്റ് പോകാതെ കിട്ടിയ ഭാഗ്യം. എന്താ അമ്മച്ചി, എന്ത് പറ്റി? അമ്മച്ചി എന്തൊക്കെ അറിയുന്നേ? നിന്റെ അപ്പച്ചന്റെ കൂടെ ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. അതെ, എനിക്ക് പോണം. എന്നാൽ ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. നിങ്ങളുടെ വീട്ടിൽ പോണ കാര്യമല്ല പറഞ്ഞത്. എനിക്ക് വേറെ ഓട്ടോളാണ്. അമ്മച്ചി അപ്പച്ചനായിട്ട് വഴക്കിട്ടല്ലേ? ഒരിത്തിരി നേരം ഞാൻ ആ സൂസന്നയുടെ വീട്ടിൽ പോയിരുന്നു വർത്താനം പറഞ്ഞു നിന്റെ അപ്പൻ എന്നെ തല്ലിയത്. അത് സാരില്ല അമ്മച്ചി, അപ്പച്ചനല്ലേ. നിനക്കങ്ങനെയൊക്കെ പറയാം. തല്ലിയിട്ടത് എനിക്കല്ലേ? എല്ലാ ഭർത്തകന്മാരും ഭാര്യമാരെ ഇങ്ങനെ തല്ലുകയാണോ വേണ്ടത്? ഏടാ, താനും ഒരാളല്ലേ? അതെ, താൻ ഇങ്ങനെ തന്റെ ഭാര്യയെ തല്ലാറുണ്ടോ? എന്റെ ചേച്ചി, ഞാൻ തല്ലാറുമില്ല, തല്ല് കൊള്ളാറുമില്ല. എനിക്ക് അതിനൊരു താല്പര്യമില്ല. കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോയി. അല്ല, എത്ര തന്റെ കാശ്? 120 രൂപ. മോളെ, ഒരു 120 രൂപ തന്നേ. അയാളൊന്ന് പറഞ്ഞു വിടട്ടെ. എന്റെ ബാഗ്, എന്റെ ദൈവമേ, കാക്കിട്ടന്മാരൊക്കെ കള്ളന്മാരാ. അതെ, ഇതിവിടെ എടുത്തോണ്ട് പോണ്. ഇത് ഞാൻ എന്റെ വീട്ടിലേക്ക് മേടിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ബാഗ് അവിടെ? അതിന് നിങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലോ, വെറുതെ എവിടെയല്ലേ വന്ന് കയറിയത്. അപ്പൊ ഞാൻ ബാഗ് എടുത്തില്ലേ? അല്ല, എന്നെ വിളിക്കാൻ ഞാൻ ചെല്ലും. നിന്റെ അപ്പച്ചൻ വെറുതെ എന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകാൻ വേണ്ടി ഇനി ഞാൻ അങ്ങോട്ടുള്ള നീ പറഞ്ഞേക്കണം കേട്ടോ. നിന്റെ തുണിയും മണിയുമല്ല. ഇനി ആ വീട്ടിലെങ്ങാനും നിന്റെ നിഴൽവട്ടം കണ്ട അമ്മച്ചിയുടെ സൈഡ് പറയാനാണ് എനിക്ക് കേക്കണ്ട. അതല്ല. അതെ, എന്റെ കാശ് തന്റെ കാശ്. അപ്പച്ച, അമ്മച്ചി ഇന്നലെ സൂസിയാനയുടെ വീട്ടിൽ പോയിരുന്നതിന് അപ്പച്ചൻ തല്ലിയായിരുന്നു. അയ്യ, തല്ലുകയല്ല, അവളെ കൊല്ലുകയാണ് വേണ്ടത്. എടി, അവൾ ഇത്തിരി നേരോ പോയിരിക്കട്ടെ. പക്ഷെ ഉച്ചക്കുള്ള ഊണ് വെക്കാതെയാണ് അവിടെ അയൽവക്കത്ത് പോയിരുന്ന് ഇറങ്ങുന്നത്. അതെ സാറേ, കറങ്ങ് മാറ്റിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോയായിരുന്നു. അവിടെ നിൽക്ക്, മാറ്റാം. മോക്കറിയാവോ, അപ്പച്ചനൊന്ന് ഉച്ചക്ക് പട്ടിണിയാ. എന്റെ മനുഷ്യ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടല്ലേ പോയത്? ഏതാടി ഒരു പാക്കറ്റ് ബ്രെഡും ജാമോ? അതാണോ ഞാൻ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം? ആൾക്കാർ കേൾക്കും. എടോ, തന്റെ വീട്ടിൽ താൻ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് കൈ കഴിച്ചെന്നിരിക്കുമ്പോ തന്റെ ഭാര്യ തനിക്ക് ബ്രെഡും ജാമാണോ തരുന്നത്? എനിക്ക് ബ്രെഡും ജാമൊന്നും പറ്റൂല. എനിക്ക് ഉച്ചക്ക് കൂടുതൽ തന്നെ. ഒരു നേരം ബ്രെഡും ജാമും കഴിച്ചു തന്റെ അണ്ണാക്കിന്റെ എന്തായി കാണിക്കുന്നത്? തന്നോട് ഞാൻ എത്ര ഉണ്ട് പറഞ്ഞ വണ്ടി ഒന്ന് മാറ്റിയിടാൻ. അത് ശരി, ഇത്ര നേരം സാറേന്ന് വിളിച്ചിട്ട് ഇപ്പൊ താനെന്നോ? അല്ലാണ്ട് ഇപ്പൊ എത്ര നേരം ഉണ്ടോ പറഞ്ഞ ആ വണ്ടി ഒന്ന് മാറ്റിയിടോ. രണ്ടും കൂടി കുടുങ്ങുടാന്ന് പറഞ്ഞിട്ട് എന്നെ നെഞ്ചെത്തിട്ട് കയറണം. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനിടയ്ക്ക് ഓട്ടോ ഇടിച്ചു കയറ്റാൻ തന്നോട് ആരുടെ പറഞ്ഞു? അത് കൊള്ളാം. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒന്നായ? ഇല്ല, ഒരു ചെറിയ പ്രശ്നത്തിന് ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്ത് പോകുന്നു വിചാരിച്ച താൻ. എന്റെ അപ്പച്ച ആ കാറൊന്നും എടുത്ത് മാറ്റി കൊടുക്ക്. അയാൾ പോയിക്കോട്ടെ. മാറ്റി കൊടുക്കോ? അയാൾ പോയിക്കോട്ടെ. നീ അവറ്റൊരു ബാഗ് എടുത്താ
ഒന്ന് വേഗം വാടി. അച്ചായ ഓ ഈ ഡോറും തുറന്നേ. ആഹാ. ആ മോളെ അപ്പച്ചൻ അമ്മച്ചി പോകുന്നു കേട്ടോ. സുധീരൻ പറഞ്ഞേക്കണം ഞങ്ങള് വന്നിരുന്നു. ശരി അപ്പച്ചി. എന്നെ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് കോടതി പറഞ്ഞണ്ടേ? നീ കിടന്നോ, ഞാനൊന്ന് മില്ല് വരെ പോയിട്ട് വരാം. ഈ പാതിരാത്രിക്ക് ഇനി എന്തിനാ മില്ലി പോകുന്നേ? അവിടെ നീ ഇടയായി തടികൾ മോഷണമുണ്ട്. ദാസപ്പെട്ട 3-4 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. നീ കിടന്നോ, ഞാൻ വേഗം വരാം. വേഗം വരാന്ന് പറഞ്ഞാ പോരാ, വേഗം വരണം. ഞാനും മോളിവിടെ തനിച്ചാന്ന് ഓർക്കണം. ടീച്ചറെ പോലും അപ്പുറത്തില്ല. ടീച്ചർ അവിടെ പോയി? ടീച്ചറുടെ അനിയത്തിക്ക് സുഖൂലെന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ട് ടീച്ചർ അങ്ങോട്ട് പോയിരിക്കുക. ഉറങ്ങിക്ക. ആ അതെ, കട്ടിയില്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. കട്ട് ചെയ്തു. നീ ആരോടെയും സംസാരിക്കുന്നേ? ഞാൻ നിന്നെ എത്ര നേരമായി വിളിക്കുന്നു? ഇന്ന് മില്ലിൽ പോയി നോക്കാന്ന് പറഞ്ഞല്ലേ? രാവിലെ മുതലൊരു പെൺകൊച്ചി പുതിയ മൊബൈൽ കണക്ഷന്റെ ഓഫറുകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാ. പറഞ്ഞു വന്നപ്പോ ആ പെൺകൊച്ച് അതിന്റെ വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു. കേട്ടപ്പോ എനിക്കും വിഷമം തോന്നി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അവളുടെ ദുരിതം മാറ്റാൻ നമുക്ക് രണ്ടുപേർക്ക് എങ്ങോട്ടെങ്കിലും ടൂർ പോയാലോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അതാ പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു. ഒരുമാതിരി കോപ്പില് പ്രധാനം കേറാൻ വേണ്ടിയില്ല.